അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുതിയ ഒരു വാദം കടന്നു വന്നേക്കുന്നത് ഇങ്ങനെയാണ്: പെന്തക്കോസ്തുകാരൻ സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുന്നില്ല. അതിന്റെ കാരണം ഇതാണ്: യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലേണ്ട ആവശ്യമില്ല. അത് ചൊല്ലുന്നവൻ ഊളംപാറയിൽ പോകുന്ന തലത്തിൽ ഉള്ള ഒരു ചിന്തയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്താണ് പഠിപ്പിക്കുന്നത്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വെച്ചിട്ടാണ് അദ്ദേഹം സമർത്ഥിച്ചത്. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തെ വെടിവെച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. പക്ഷെ സത്യമാണ്, അത് സത്യമായ കാര്യമാണ്. അങ്ങനെ വെച്ചു കഴിഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചേ, പിന്നെ അത് ദൈവം എഴുതിച്ച പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയണോ? അങ്ങനെയുള്ളവര് സുവിശേഷം അറിയിക്കുമ്പോൾ വീണ്ടും പറയണോ ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി ഞാൻ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു കാര്യം ചിലയിടത്ത് പാസ്റ്റ് ടെൻസിൽ പറയും, ചിലയിടത്ത് അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും, ചിലയിടത്ത് അത് ഫ്യൂച്ചർ ടെൻസിൽ പറയും. അപ്പൊ പാസ്റ്റ് ടെൻസിലുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഒരു ഡോക്ട്രിൻസ് ഉപദേശം സ്ഥാപിക്കരുത്. അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, അതിന്റെ ഫ്യൂച്ചർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ടെൻസിലുള്ളത് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഉപദേശം സ്ഥാപിക്കരുത്. ഈവൻ രക്ഷയായ പോലും അതിന് 3 ടെൻസുകളുണ്ട് ബൈബിളിൽ: രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അപ്പോ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുത്ത് കളിക്കാം, നമ്മുടെ ഇഷ്ടങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ. പക്ഷെ അതുകൊണ്ട് ദൈവ ഇഷ്ടം നിറവേറുക. അപ്പോസ്തലപ്രവൃത്തി 14:22 സഭയോട് പറയാണ്: ദൈവരാജ്യത്തിൽ നാം കടന്നു എന്നല്ല, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അപ്പൊ അങ്ങ് പറഞ്ഞു ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ചാൽ അതൊരു ചതിയല്ലേ? അതൊരു ചതി. ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ തന്നെയാ പറയണേ. കൊളോസ്യ ലേഖനം എഴുതിയതും പൗലോസ് അപ്പോസ്തലനിലൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവ്, ഇതേ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ഗലാത്യരോടും എഫേസ്യരോടും ഇതൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അവസാന വിശുദ്ധ ബൈബിൾ പറയാണ്: ജയിക്കുന്നവന് അവകാശമാക്കും. എന്ത്? ദൈവരാജ്യം. ജയിക്കുന്നവന് ഞാൻ ദൈവം അവനെനിക്ക് മകനുമായിരിക്കും. അങ്ങനെ ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ മാത്രം നാം ക്രിസ്തുവിൽ പങ്കാളിയാകും, ദൈവരാജ്യക്കാരാകും. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി അവിടെ ആയിക്കഴിഞ്ഞു, ഇനി നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് ഊളംപാറയിൽ പോകുന്ന അതേ ടൈപ്പ് ആളുകളാണ് പ്രാർത്ഥിക്കുന്ന. ഭാര്യ ചോദിക്കും ഊളംപാറയിൽ കൊണ്ടിടുന്നതിനെ കുറിച്ച്. ഈ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ഈ മണ്ഡലം പുതിയതായി സൃഷ്ടിച്ച് പണി പൂർത്തീകരിച്ച് അവിടെയാണ് വീണ്ടും ജനിപ്പിച്ചത്. ഇനി നമ്മുടെ പണി തുടങ്ങുകയാണ്. അവിടെ എത്താനായിട്ടുള്ള ദൈവരാജ്യം അവകാശമാക്കാനുള്ള പണി തുടങ്ങണം. ഇതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:12 പറയുന്നത്: അതുകൊണ്ട് എന്ത് ചെയ്യണോ? ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തായിരിക്കുമ്പോഴും. ഈ കൊളോസ്യ ലേഖനം എഴുതിയ പൗലോസിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്: നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ, വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ പ്രവർത്തനം ദൈവരാജ്യത്തിൽ തുടങ്ങി. ഇനി അവിടെ നിന്ന് ദേഹിയിലേക്കും, ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്ക് വരണം. ദൈവരാജ്യം 3 പറ മാവിൽ ഒളിച്ചു വെച്ച നിധിയാണ്, പുളിപ്പാണ്. ഇത് തിരിച്ചറിയണം. ആത്മാവിൽ ആരംഭിച്ച് ദേഹിയിലേക്ക്, ദേഹിയിൽ നിന്ന് അത് ശരീരത്തിലേക്ക്, തുടർന്ന് ശരീരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്കും വെളിപ്പെടുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ വരും. ഇതാണ് പ്രാർത്ഥന പറയുന്നത്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരയണമേ. എങ്ങനെ? എന്റെ ഉള്ളിൽ വന്ന് അതുവഴി ഈ ഭൂമിയിൽ അങ്ങയുടെ തിരിഹിതം സ്വർഗത്തിൽ എന്ന് പോലെ നിറവേറും. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോ ഓൾറെഡി അവിടെ കടന്നു എന്ന തലത്തിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം ഈ വാക്കുപോലെ ശ്രദ്ധിക്കും. എളുപ്പം മിക്സി കൊണ്ട കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ അരകല്ല് അരയ്ക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും സഹോദരിമാര് ചെയ്യും. വിറകുള്ള അടപ്പുണ്ട്, അപ്പൊ തന്നെ ഗ്യാസും ഉണ്ട്. ഏതെങ്കിലും സഹോദരന്മാരും വിറകിലേക്ക് പോകും. അങ്ങ് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി അവിടെ ആയി കഴിഞ്ഞു. ആത്മാവിൽ പുതിയ സൃഷ്ടിയിൽ ദൈവം ആക്കി. പക്ഷെ നമ്മുടെ ദേഹി നമ്മളവിടെ ആയിട്ടില്ല. നമ്മൾ ആകണം. സ്വർഗസ്ഥ പിതാവിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. എറണാകുളം പ്രാർത്ഥനാലയത്തിൽ ഹോളിലായിരിക്കുന്നു. അപ്പോൾ തന്നെ സൂമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങൾക്കും, വിവിധ ഓൺലൈൻ മീഡിയയിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൂട്ടായിരിക്കുന്നത് 2024 സെപ്റ്റംബർ മാസത്തെ ധ്യാനത്തിന്റെ അവസാന ദിവസം സംശയ നിവാരണം ആയിട്ടുള്ള ബന്ധത്തിൽ പല സംശയങ്ങളുണ്ട്. അത് ക്യൂവിൽ കിടക്കുന്നതാണ്. അതില് ഈ പ്രാവശ്യം
പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സംശയങ്ങൾക്കും നമ്മൾ ഉത്തരം കൊടുക്കുന്നില്ല. നിത്യജീവനുമായി ബന്ധപ്പെട്ട അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സംശയങ്ങളും അതിലേക്ക് കൊണ്ടുപോകാതെ ബ്ലോക്ക് ചെയ്യുന്ന സംശയങ്ങളും അതിനൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കിയുള്ള സംശയങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്, പക്ഷെ എല്ലാം മനസ്സിലാക്കുന്ന ടൈം നമുക്കില്ലല്ലോ. അപ്പോ എന്നെ സംബന്ധിച്ച് ദൈവം തന്നിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ വിശദീകരിക്കുന്ന കർത്താവാണ്. ആ വിശദീകരിക്കുന്ന ഭാഗത്ത് ജനത്തെ ഒന്ന് സഹായിക്കുക, കൺഫ്യൂഷനുകളെ ഒഴിവാക്കി ദൈവദാസന്മാരെയും ജനത്തെ സഹായിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഏതൊരു വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി സ്വർഗസ്ഥ പിതാവിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ആ പിതാവുമായി ഒത്തൊരുമിച്ചൊരു ജീവിതത്തിലേക്ക് താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കുക എന്ന ആ തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ സന്ദേശത്തില് നമ്മൾ കേട്ട ആ ചോദ്യം, ഇടുക്കിയിലൊരു ദേവദാസൻ, ഡേവിഡ് എന്ന് പറയുന്ന ദേവദാസൻ, ദൈവരാജ്യ സുവിശേഷം ഞങ്ങൾക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുള്ളത്. അദ്ദേഹം പെന്തക്കോസ്തുകാരുടെ ഒരു വക്താവ് എന്നുള്ള നിലയിൽ ആണ് സംസാരിച്ചത്. ഞങ്ങൾ പെന്തക്കോസ്തുകാർക്കുള്ളതല്ല ദൈവരാജ്യം, അത് യഹൂദന്മാർക്കുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അത് കേൾക്കാത്തവരത് പോയി കേൾക്കുക. അങ്ങനെയല്ല, യഹൂദന്മാർക്ക് മാത്രമല്ല, ക്രിസ്തു യേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, ദാസനെന്നോ യജമാനെന്നോ സ്വതന്ത്രനെന്നോ ഇല്ല. നമ്മളെല്ലാം ക്രിസ്തു യേശു ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവിന്റെ കൂട്ടാവകാശികളുമാണ്. ദൈവരാജ്യ സുവിശേഷം തന്റെ 3 വർഷ ശുശ്രൂഷയിൽ ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു. അപ്പോൾ തന്നെ യേശു ക്രിസ്തു പറഞ്ഞു, ഈ ആട്ടിൻകൂട്ടത്തിൽ പെടാത്ത വേറെ ആട്ടിൻകൂട്ടം എനിക്കുണ്ട്, അതാണ് ജാതികൾ. ഞാൻ അവരെയും നടത്തേണ്ടതാവുന്നു. അങ്ങനെ യഹൂദന്മാരും ജാതികളും രണ്ടും ഒരാട്ടിൻകൂട്ടമായി ഞാൻ അവരെ നയിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ യേശു താൻ ശരീരത്തിൽ നിന്ന് പോയ ശേഷം തേജസ്കരിക്കപ്പെട്ട യേശു പിന്നെ ദൈവരാജ്യ സുവിശേഷം അറിയിക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും വെളിപ്പാട് പുസ്തകത്തിൽ 2-ാം അധ്യായവും 3-ാം അധ്യായവും ജാതീയ സഭകളോടാണ് സംസാരിക്കുന്നത്. യഹൂദന്മാർക്ക് പ്രാതിനിധ്യമുള്ള സഭ ജെറുസലേമിലാണ്. എന്നാൽ എഫോസോസ് മുതൽ ലവോദൂക്യ വരെയുള്ള 7 സഭകൾ അത് അടുത്തടുത്ത പ്രദേശങ്ങളാണ്. ഏഷ്യ മൈനറിലെ ടർക്കിയിലെ പല സ്ഥലങ്ങളാണ്. അവിടെ ജാതീയ ദൈവങ്ങളെ, ആർത്തേമിസിനെ, എഫോസോസിലെ ആർത്തേമിസ് ദേവി എന്ന് പറഞ്ഞ് ആർക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാൻ കഴിയും. പുസ്തകപ്രവൃത്തി 18, 19, 20 വായിക്കുമ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ജാതീയ സഭകളോടാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത്. അവരോട് പറയുന്നത്, ജയിച്ചാൽ നിങ്ങൾക്ക് കിങ്ഡം തരുമെന്നാണ്. ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിച്ചാൽ, ഞാൻ ജയിച്ച എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങളെയും എന്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. വെളിപ്പാട് 3:21. അതോടൊപ്പം തന്നെ തുയഥൈരയിലെ സഭയോട് പറയുകയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം ചെയ്യുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തന്നതുപോലെ നിങ്ങൾക്ക് ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം തരും. അപ്പോ ദൈവം രാജാവായി ക്രിസ്തു വാഴുന്ന ആ മണ്ഡലത്തിൽ ക്രിസ്തുവിന്റെ കീഴിൽ നമുക്കും രാജ്യത്വ പദവിയുണ്ട്. ചെറിയ ആട്ടുകെട്ടുമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന തലമൊക്കെ കഴിഞ്ഞ സന്ദേശം നാം ചിന്തിച്ചു. ഇപ്പോ
പിശാചും അവന്റെ ആളുകളും എന്താണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അവര് മാത്രമല്ല, അറിവില്ലാത്ത നമ്മുടെ നല്ല സഹോദരങ്ങളും നല്ല ദൈവദാസന്മാരും അവര് പോലും അറിയാതെ സത്യത്തെ അവർ തടുക്കുകയാണ്. പിശാചും അവന്റെ ആളുകളും അവർ അതിനായിട്ട് നിയോഗിക്കപ്പെട്ടതാണ്. എന്നാൽ ഇത് അറിയാതെ നമ്മുടെ നല്ല ദൈവദാസന്മാർ പോലും അവരുടെ സ്വയത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ശരി എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന ഗ്രൂപ്പുകാർ അവര് പറഞ്ഞാൽ ശരിയെന്ന് വരുത്തി തീർക്കാൻ സത്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ്. അല്ല എങ്കിൽ മറ്റു പലരും അറിവില്ലായ്മ പ്രവർത്തിക്കുകയാണ്. ഇതാണ് കർത്താവ് യേശു പറഞ്ഞത്, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായി കൊണ്ട് നിങ്ങൾ തെറ്റി. അപ്പൊ ആ കൂട്ടർ അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോവുകയാണ്. ഇപ്പോ ഇതാ എനിക്ക് നമ്മുടെ ഒരു സഹോദരൻ അയച്ചു തന്ന മറ്റൊരു പെന്തക്കോസ്തുകാരൻ എന്ന് അവകാശപ്പെടുന്ന, എനിക്കറിയില്ല ഇവരൊക്കെ പെന്തക്കോസ്തുകാരാണോ, അവകാശപ്പെടുന്ന ഒരു ദൈവദാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കിയപ്പോ അദ്ദേഹം എല്ലാ ദൈവദാസന്മാരും കുറ്റം പറയുന്ന ഒരു വീഡിയോസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പെന്തക്കോസ്തുകാരായ ദൈവദാസന്മാരെല്ലാം അദ്ദേഹം കുറ്റം പറഞ്ഞത് അദ്ദേഹം പെന്തക്കോസ്തുകാരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ദൈവദാസൻ എനിക്കെതിരെ സംസാരിക്കുന്നത് എനിക്ക് അയച്ചു തന്നു, അത് ഞാൻ കേട്ടു. ഷാജി ജോസഫ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി നിങ്ങൾ ആരെങ്കിലും എന്നോട് സംസാരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, സഭയുടെ ലീഡേഴ്സ് ആരെങ്കിലും, ഞാൻ തയ്യാറാണ് പബ്ലിക്കിലൂടെ. എന്താണ് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കൊന്ന് മനസ്സിലാക്കിയിട്ടാണ്. പിതാവായ ദൈവത്തെ ഒഴിവാക്കിയിട്ട് അവിടെ പുത്രനെ കൊണ്ട് വയ്ക്കണോ, അതോ പുത്രനാണോ അത്യുന്നതനായ ദൈവം, എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ എന്ന് മനസ്സിലായാലേ എനിക്ക് എന്തെങ്കിലും തിരിച്ച് സംസാരിക്കാൻ പറ്റും. ഇത് ഒരാൾ പറയുന്ന പോലെയല്ല വേറൊരാൾ പറയും, അയാൾ പറയുന്ന പോലെയല്ല വേറൊരാൾ പറയുന്നു. ആദ്യം നിങ്ങൾ പറയുന്നവർക്ക് തന്നെ ഒരു ബോധം ഉണ്ടാകണം എന്താണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. അപ്പൊ എനിക്ക് മനുഷ്യത്വമുണ്ട്, ഞാൻ മനുഷ്യനാണ്, എന്റെ മോനും മനുഷ്യത്വമുണ്ട്, അവനും മനുഷ്യനാണ്. ഇതേപോലെ യേശുവിന്റെ അപ്പനായ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ ദൈവത്വമുണ്ട്. ആ സ്വർഗസ്ഥ പിതാവിനാൽ ജനിക്കപ്പെട്ട പുത്രനായ ക്രിസ്തുവിനും ദൈവത്വമുണ്ട്. കാരണം ദൈവത്തിന്റെ പുത്രനാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടേ? ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പിശാചിന്റെ വക്താക്കളായി മാറുകയാണ്. ദൈവരാജ്യ സുവിശേഷത്തെ തടയുക എന്നതാണ് പിശാചിന്റെ ലക്ഷ്യം. അത് നിങ്ങളിലൂടെ പിശാച് സാധിച്ചെടുക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് സത്യത്തെ തടുക്കപ്പെടുന്നത്. അവസാനം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുമ്പോൾ വലിയ നഷ്ടം ഒരുപക്ഷെ നിങ്ങൾക്ക് സംഭവിക്കാം. നാം പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും തിരിച്ചെടുക്കാൻ നമുക്ക് കഴിയുകയില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിൽ തക്കവണ്ണം നാം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. വളരെ ശ്രദ്ധയോടുകൂടി വേണം നാം ഓരോ വാക്കുകളും പറയുക. നാം പറയുന്ന വാക്കുകൾ ബൈബിൾ ബാക്കപ്പ് ചെയ്യുന്നില്ല എങ്കിൽ നാം ഒരു അപവാദിയാണ്, പിശാചിന്റെ അവയവമാണ്. ഇത് വളരെ തിരിച്ചറിയുക. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന വ്യക്തി ഷാജി ജോസഫ് യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചില സഹോദരങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു ചോദിച്ചു. ചില വീഡിയോസ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെന്ന് റിലീസ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പോ ഇങ്ങനെ പലതും പറയും. തെളിവുകൾ ഇല്ല എങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം വെറുതെയാണ്. മാത്രമല്ല, ഏതെങ്കിലും ദൈവദാസനോ ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ എന്തെങ്കിലും എപ്പോഴെങ്കിലും അബ്ദത്താൽ പറഞ്ഞാൽ അതിൽ വാക്കിൽ പിടിക്കുകയല്ല വേണ്ടത്. അവരെ തിരുത്താൻ നോക്കുകയാണ് വചനത്തിലൂടെ വേണ്ടത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ എപ്പോ വേണമെങ്കിലും ഒരു വ്യക്തി മാനസാന്തരം, അതിന്റെ പുറകെ പോയി ചകഞ്ഞു പോവുകയല്ല. നാം പറയുന്ന ഓരോ വാക്കിന് ന്യായവിധിവസം കണക്ക് കൊടുക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇത് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പുതിയ ഒരു വാദം കടന്നു വന്നേക്കുന്നത് ഇങ്ങനെയാണ്:
പെന്തക്കോസ്തുകാരൻ സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുന്നില്ല. അതിന്റെ കാരണം ഇതാണ്. യേശുക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലേണ്ട ആവശ്യമില്ല. അത് ചൊല്ലുന്നവൻ ഊളംപാറയില് പോകുന്ന തലത്തിൽ ഉള്ള ഒരു ചിന്തയാണ് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ നിരത്തുന്നു. ആ വീഡിയോ നിങ്ങളുടെ അടുക്കലും എത്തും. അപ്പൊ നിങ്ങളും ചിന്തിക്കും, അറിവില്ലാത്തവരാണെങ്കിൽ അത് ശരിയാണല്ലോ, ബൈബിളിൽ വചനം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങളിപ്പോ ന്യൂസിലാൻഡിലാണ് എങ്കിൽ ന്യൂസിലാൻഡിൽ നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ന്യൂസിലാൻഡ് വരണമേ ന്യൂസിലാൻഡ് വരണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ അത് കേട്ടിട്ട് നിങ്ങളെ ഊളംപാറയിലോ അല്ലെങ്കിൽ വല്ല നടത്തും കൊണ്ടേ ആക്കില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ ഓൾറെഡി ദൈവരാജ്യത്തിലാണ്. അപ്പൊ ദൈവരാജ്യത്തിലായ നമ്മൾ ഇനി അത് പ്രാർത്ഥിക്കേണ്ട ഒരാവശ്യവും ഇല്ല. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന 1-2 വചനം അങ്ങ് പറഞ്ഞു. അപ്പോ അറിവില്ലാത്ത ജനം, കുരുടന്മാരായ ജനം അതിൽ വീണോളൂ. ഇവിടെയാണ് യേശു കർത്താവിന്റെ വാക്ക് ഓർക്കേണ്ടത്. കുരുടനെ വഴി നടത്തൽ ഇരുവരും കുഴിയിലും. അപ്പൊ ജനമല്ല അതിന് താമസം പഠിച്ചിട്ടുണ്ട്. കാരണം ജനം കുരുടന്മാരാണല്ലോ. കുരുടന്മാരെ ക്രിസ്തുവിന്റെ മനസ്സ് കൊടുത്ത്, കാഴ്ച കൊടുത്ത് അവരെ ഉടമസ്ഥനായ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തിക്കുന്നതാണ് ക്രിസ്തുവിന്റെ ഡ്യൂട്ടി. അപ്പൊ ഇതേപോലെയുള്ള തിരുവെഴുത്തുകളെയും ദൈവശക്തിയെ കുറിച്ച് അറിയാത്ത വ്യക്തിത്വങ്ങൾ കടന്നു വന്ന് മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി, തങ്ങൾ പറയുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്ന തെറ്റ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം മനസ്സിലാക്കുക. അനേകർ അതിലൂടെ കുരുടത്വം പ്രാപിച്ച് നരകത്തിലേക്ക് യാത്രയാ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കും. യാക്കോബ് 3:1 പറയുന്നത് ഇങ്ങനെയാണ്: അധിക ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളുടെ അനേകർ ഉപദേഷ്ടാക്കന്മാർ ഈ പണിക്ക് പോകരുതെന്ന്. ദൈവം നിയമിച്ചവർ മാത്രം ഈ പണിക്ക് പോയാൽ മതി. കാരണം ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട പണിയാണ്. ഇത് അദൃശ്യ മണ്ഡലത്തിലാണ് പണി. ദൃശ്യമണ്ഡലത്തിൽ വലിയ പണിയൊന്നുമില്ല, അദൃശ്യ മണ്ഡലത്തിലാണ് പണി. ദൃശ്യമണ്ഡലത്തിൽ നിസ്സാര വർക്കേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ദൃശ്യമണ്ഡലത്തിലെ പണിയാ. പക്ഷെ ഇത് കഴിഞ്ഞാൽ ഉടനെ ഇവർക്ക് ട്രാൻസ്ഫർമേഷൻ നടന്ന മൊത്തം അദൃശ്യ മണ്ഡലത്തിലാണ് പണി, ചിന്താമണ്ഡലത്തിലാണ് പണി നടക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ 2ാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിലാണ് എനിക്കെതിരെ സംസാരിക്കുന്നത്. അത് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുള്ള ഒരു കാര്യമാണ്. 2-ാം നൂറ്റാണ്ട് 3-ാം നൂറ്റാണ്ടിൽ ഒരു ട്രിനിറ്റി കൊണ്ടുവന്ന ദൈവത്വത്തെ മറച്ച ഒരു തലമാണ്. അന്ന് മുതൽ ജനതിന്റെ ഉള്ളിൽ വീണ് കിടക്കുകയാണ്. എന്നാൽ ട്രിനിറ്റി എന്ന് പറയാം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ബൈബിളിലെ സത്യമായ കാര്യമാണ്. എന്നാൽ ഈ 3 പേരെയും കൂടി ഒരുമിച്ചാക്കിയിട്ട് കെട്ടി ഒരു ദൈവമാക്കുന്ന പരിപാടി ബൈബിളിലില്ല. അത്യുന്നതനായ ദൈവം സ്വർഗസ്ഥ പിതാവാണ്, അത് യേശുക്രിസ്തു അല്ല. സോ ക്ലിയർ, ഈ പറയുന്നതൊക്കെ സോ ക്ലിയർ, ഒരു മറയില്ല. അത്യുന്നതനായ ദൈവം യേശുക്രിസ്തു അല്ല, യേശുക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു, നുണ പറയാത്ത എന്റെ കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും ഈ ക്രിസ്തുവെ ദൈവത്തിനെ അറിയുന്നതാണ് നിത്യജീവൻ. സോ ക്ലിയറാ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നില്ല. ഷാജി ജോസഫ് മാറുന്നില്ല. ഹല്ലേലൂയ. വചനത്തിന്റെ ബാക്കപ്പ് എന്നാണ് സംസാരിക്കണേ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ലൈവിൽ വരിക. നിങ്ങളുടെ ലീഡേഴ്സ് ലൈവിൽ വരട്ടെ, സംസാരിക്കാം. സത്യമേ നിലനിൽക്കൂ. ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല സംസാരിക്കുന്നത്, നമ്മൾ ജയിക്കാൻ വേണ്ടി സംസാരിക്കുന്നത്. വചനപ്രകാരം അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. യേശു പറയും, ഞാൻ ഒരു കാലം നിങ്ങളെ അറിഞ്ഞിട്ടില്ല. വ്യക്തതയോടെ, ഹൃദയശുദ്ധി ഇല്ലാത്ത ഒരുവൻ പോലും ദൈവത്തെ കാണില്ല എന്ന് യേശുക്രിസ്തു ഗിരിപ്രഭാഷണം 5:8 പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കും. സത്യത്തിന് സാക്ഷി നിൽക്കണം. എന്തെങ്കിലും നാം പറയുന്നത് ശരിയല്ലെന്ന് മനസ്സിലായാൽ അന്ന് അതിനെ പരിചയം കൊണ്ട് സ്വയം കൊണ്ട് മറയ്ക്കാതെ മാനസാന്തരപ്പെട്ടു. ഐ ആം റെഡി ഓൾവേസ്. അറിയും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ജീവിതമേ ഉള്ളൂ. ഇത് ഒരു ഡിനോമിനേഷന് വേണ്ടിയോ ഇവിടുത്തെ ഒരു സഭയ്ക്ക് വേണ്ടിയോ നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഇത് കർത്താവിന് വേണ്ടി എരിഞ്ഞില്ലാതെയാനുള്ളത്. സത്യത്തിന് സാക്ഷ്യം തോന്നുന്നു. ഇത് തിരിച്ചറിയുക. ഞാൻ ഈ പറയുന്നത് കർത്താവ് കേൾക്കുന്നു. ഞാൻ കർത്താവിന്റെ വായായിട്ട് നോക്കുന്നു. കർത്താവ് കേൾക്കുന്നു. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. ഷാജി ജോസഫ് അല്ല സംസാരിക്കുന്നത്, ഷാജി ജോസഫിലൂടെ
ദൈവം സംസാരിക്കാനാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ജനത്തെ നീതിയുടെ പാതയിലേക്ക് നയിക്കണം. താങ്കൾ അങ്ങനെ പറഞ്ഞപ്പോ, സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന്, ഞങ്ങൾ ഓൾറെഡി അങ്ങയുടെ രാജ്യത്തിലാണ്, ഇനി ഇതിന് അങ്ങനെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പോ അനേകർ അതിലൂടെ തെറ്റിപ്പോകൂലേ? കാരണം പഠിപ്പിച്ച യേശു ക്രിസ്തു പോലും ആരായി മാറി? നമ്മൾ വളരെ ശ്രദ്ധിക്കുക എന്താണ് പഠിപ്പിക്കുന്നത്. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വെച്ചിട്ടാണ് അദ്ദേഹം സമർത്ഥിച്ചത്. നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തെ വെടിവെച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. പക്ഷെ സത്യമാണ്, അത് സത്യമായ കാര്യമാണ്. അങ്ങനെ വെച്ചു കഴിഞ്ഞെങ്കിൽ ശ്രദ്ധിച്ചേ, പിന്നെ അത് ദൈവം എഴുതിച്ച പൗലോസ് അപ്പോസ്തലൻ വീണ്ടും പറയണോ? അങ്ങനെയുള്ളവര് സുവിശേഷം അറിയിക്കുമ്പോൾ വീണ്ടും പറയണോ ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി ഞാൻ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഓൾറെഡി എത്തിക്കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ കിടക്കണേ? അങ്ങയുടെ ഭാഷയിൽ ഈ ജനത്തിന് ചിന്ത കൊടുത്തു, നിങ്ങൾ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. യേശു ക്രിസ്തു എന്താ പറഞ്ഞേ? ദൈവരാജ്യത്തിൽ പുതിയതായി നിങ്ങളുമായി പന്തിക്കിരിക്കുന്നത് വരെ ഞാൻ വീഞ്ഞ് മുന്തിരിയുടെ അനുഭവത്തിൽ നിന്ന് പാനം ചെയ്യത്തില്ല. എന്നാ പിന്നെ യേശുവിനോട് പറയാൻ പാടില്ലായിരുന്നോ? ഞങ്ങൾക്ക് ഓൾറെഡി എത്തി, ഇനി മുന്തിരിവള്ളിയുടെ വൈൻ കുടിച്ചോ? നമ്മൾ എന്താ പറയുന്നതെന്ന് ആദ്യം ബോധം വേണം. അറിയില്ലെങ്കിൽ പറയാൻ പോകരുത്. മറ്റുള്ളവർ ചോദിച്ച ചോദ്യത്തെ തോൽപ്പിക്കാൻ വേണ്ടി അവര് ചോദിച്ചു പോലും, നിങ്ങൾ എന്താണ് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാത്തത്? അതിന്റെ ഉത്തരമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഞങ്ങളെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, നിങ്ങളെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അവരെന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ്. ഞാൻ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങളെല്ലാം ജഡീകന്മാരാന്നാ ബൈബിൾ പറയുന്നത്. ജഡീകന്മാർ. ആദ്യം ആ പരിപാടി നിർത്തി. ഞങ്ങൾ പെന്തക്കോസ്തുകാർ, ഞങ്ങൾ കത്തോലിക്കർ, ഞങ്ങൾ മാർത്തോമക്കാർ, ഞങ്ങൾ CSIക്കാർ, അതിന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചെയ്താൽ ശരി, നിങ്ങൾ ചെയ്താൽ തെറ്റാ. ദൈവവചനം ഒരു ജഡീകനും ദൈവരാജ്യം അവകാശമാക്കത്തിൽ അറിയത്തില്ലേ? ദൈവരാജ്യം നാം ഇനി അവകാശമാക്കാനുള്ളതാണ് ആദ്യം മനസ്സിലാക്കാൻ. അത് ഞങ്ങളോ പെന്തക്കോസ്തുകാർ ഓൾറെഡി ദൈവരാജ്യത്തിൽ എത്തി, ഇനി ഞങ്ങളത് പ്രാർത്ഥിച്ച ഓളംപാറക്കാരായി പോകണം. എത്രയോ ഇത് എന്റെ കൂടെയുള്ള ഒരു ധാരാളം പെന്തക്കോസ്തുകാരാ. അവർക്കൊന്നും ഇങ്ങനത്തെ വിവരക്കേടില്ല. ഒരുപക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ഏതാനും പേർക്ക് ഈ പ്രശ്നം ഉണ്ടാവുള്ളായിരിക്കും. അത് തിരിച്ചറിയ എന്താ ഞാൻ പറഞ്ഞേ? ദൈവരാജ്യം ഞാൻ നിങ്ങളെ അവകാശമാക്കാനുള്ളതാണ്. രക്ഷ സൗജന്യം. അതിന് ദൈവത്തിന്റെ മെത്തേഡുണ്ട്. ആത്മമണ്ഡലത്തിലെ കാര്യങ്ങൾ എന്താണ് നടക്കുന്നതെന്ന് വ്യക്തതയോടെ ദൈവാത്മാവിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് കാര്യം മനസ്സിലാവുകയുള്ളൂ. അല്ലാണ്ട് ജഡികമായ അക്ഷരം കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അക്ഷരം പലയിടത്തും ദൈവാത്മാവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അകത്ത് വരണമെന്നില്ല, തെറ്റിപ്പോകാനായിട്ടറിയാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരും തെറ്റിപ്പോകാതിരിക്കാൻ ഇതൊരു ഡിഫൻസ് ആയിട്ട് മാത്രം കരുതുക. ഒരു ഡിഫൻസ് അല്ലാതെ പുതിയ വിശ്വാസികൾക്കാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതൊരു യുദ്ധമാണെന്ന് മനസ്സിലാക്കി. ഏദനിൽ ആരംഭിച്ച യുദ്ധമാണ്. ഏദനിൽ പിശാചും മനുഷ്യരും യുദ്ധം ആരംഭിച്ചതാ. അന്ന് മുതലേ മനുഷ്യൻ പരാജയപ്പെട്ട് പോവുകയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ പുറകെ പോകുന്ന നമുക്ക് ജയിക്കാൻ കഴിയും. പിശാച് നിങ്ങളെ ജയിക്കരുതെന്നാണ് ബൈബിൾ പറയുന്നത്. നാം അവനെ ജയിക്കാൻ ദൈവം സഹായിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ ജഡരക്തത്തോട് നമുക്ക് പോരാട്ടമില്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാല ലോകത്തിലെ ആധിപത്യ ശക്തികളോടുമാണ് പോരാട്ടം. അതുകൊണ്ട് പ്രിയ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് സജി എന്നാണ് ഞാൻ മനസ്സിലാക്കി. പ്രിയ സഹോദരൻ സജി, ഇത് വ്യക്തതയോടെ തിരിച്ചറിയുക. എന്താണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഒരു കാര്യം ചിലയിടത്ത് പാസ്റ്റ് ടെൻസിൽ പറയും, ചിലയിടത്ത് അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയും, ചിലയിടത്ത് അത് ഫ്യൂച്ചർ ടെൻസിൽ പറയും. അപ്പൊ പാസ്റ്റ് ടെൻസിലുള്ളത് മാത്രം എടുത്തുകൊണ്ട് ഒരു ഡോക്ട്രിൻസ് ഉപദേശം സ്ഥാപിക്കരുത്. അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്, അതിന്റെ ഫ്യൂച്ചർ ഉണ്ട്.
അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ടെൻസിലുള്ളത് മാത്രം എടുത്തോണ്ട് വന്നിട്ട് ഉപദേശം സ്ഥാപിക്കരുത്. ഈവൻ രക്ഷയായപ്പോലും അതിന് 3 ടെൻസുകളുണ്ട് ബൈബിളിൽ. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അപ്പോ ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുത്ത് കളിക്കാം, നമ്മുടെ ഇഷ്ടങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ. പക്ഷെ അതുകൊണ്ട് ദൈവ ഇഷ്ടം നിറവേറുകയില്ല. നാം ഒരു വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാണ്. മണിപ്പൂരിൽ കലാപം ഉണ്ടായി, തുടർന്ന് മണിപ്പൂർ റീബിൽഡിംഗ് പ്രൊജക്ട്. എന്നെ ആരൊക്കെ പിടിച്ച ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, മണിപ്പൂർ റീബിൽഡിംഗ് പ്രൊജക്റ്റിൽ, വാട്സപ്പ് ഗ്രൂപ്പ്. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോണിൽ ഇവിടെ അവിടെ വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഗാസ റീബിൽഡിംഗ് പ്രൊജക്ട് എന്റെ മൊബൈലിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോ അതൊക്കെ അവിടേക്ക് യുദ്ധഭൂമികളാണ്. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവം ഒരു റീബിൽഡിംഗ് പ്രൊജക്ട് ചെയ്യുകയാണ്, എല്ലാം പുതിയതാക്കുകയാണ്. ഇതാണ് വെളിപ്പാട് 21:5 പറയുന്നത്, ഇതാ ഞാൻ സകലതും പുതിയതാക്കും. ഒരു മനുഷ്യനെ പുതിയ സൃഷ്ടിയാക്കുന്നു, പുതിയ ഭൂമിയെ കൊണ്ടുവരുന്നു, പുതിയ ആകാശം കൊണ്ടുവരുന്നു, നമുക്ക് പുതിയ ഹൃദയം തരുന്നു, നമ്മളെ മൊത്തത്തിൽ നമ്മുടെ പാപ്പ പുതിയതാക്കുക. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് എന്തിനാണ് സ്വർഗസ്ഥ പിതാവിന് നമ്മളോടുകൂടെ താമസിക്കണം? ഇതാണ് ലക്ഷ്യം, അതാണ് സുവിശേഷം. യേശു പ്രസംഗിച്ച ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ആദ്യം ലക്ഷ്യം മനസ്സിലാക്കും. അല്ലാണ്ട് ഒരു പെന്തക്കോസ്ത് സഭ ഉണ്ടാക്കലല്ല ലക്ഷ്യം, ഒരു CSI സഭയോ കത്തോലിക്ക സഭയോ മാർത്തോമ സഭയോ ഉണ്ടാക്കലല്ല ലക്ഷ്യം. ക്രിസ്തുവിൽ നാം ദൈവ മക്കളായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. പരസ്പരം കല്ലെടുത്തെറിയാനല്ല വിളിച്ചത്. ദൈവവചനത്തിന് ആധാരമായി സംസാരിക്കണം, ഗ്രൂപ്പുകൾ ഉണ്ടാക്കരുത്. ആദ്യം തന്നെ ഞങ്ങൾ പെന്തക്കോസ്താ, അങ്ങയുടെ കൂടെ എല്ലാ പെന്തക്കോസ്തുകാരൊന്നും ചേർത്തില്ല. അവർക്ക് അവരുടേതായ ദൈവിക ചിന്തകളുണ്ട്. അതുകൊണ്ട് ആ ഒരു സമൂഹത്തെ മുഴുവൻ പിടിക്കരുത്, വെറും ജഡികതയാണത്. ഞാൻ ആ അദ്ദേഹത്തിന്റെ വീഡിയോസ് ഒന്ന് കാണാം. അതിനു മുമ്പ് ഒരു സമൂഹത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് നമ്മള് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഇടയാകരുത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 12-ാം വാക്യം. 1 കൊരിന്ത്യൻസ് 1-ാം അധ്യായം അതിന്റെ 11 മുതൽ വായിച്ചു. ഇന്ന് സഭയിൽ നടക്കുന്ന അന്നും ഒരു ചിത്രീകരണമാണ്, അന്നത്തെ ചിത്രീകരണമാണ്, പൗലോസിന്റെ സമയത്ത് ഒരു ചിത്രീകരണമാണ് ഇവിടെ അറിയിക്കുന്നത്. വായിച്ചു 1:11-12. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളുടെ പിണക്കമുണ്ട്, ദൈവമക്കളുടെ പിണക്കം. എന്ന് പറഞ്ഞാ പിണക്കം? ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ കത്തോലിക്കൻ, ഞാൻ പെന്തക്കോസ്തുകാരൻ, ഞാൻ മാർത്തോമക്കാരൻ, ഞാൻ CSIക്കാരൻ. നിങ്ങൾ പറഞ്ഞല്ല ശരി, ഞങ്ങൾ പറഞ്ഞ ശരി. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിലേക്ക് വന്നേ. 3-ാം അധ്യായം 1 കൊരിന്ത്യർ 3:3-4 വായിച്ചു. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യവും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? നിങ്ങൾ ഇങ്ങനെ പിണങ്ങി നടക്കുക പരസ്പരം. ഞാൻ പൗലോസിന്റെ ആണ്, ഞാൻ അപ്പോളോസിന്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി നടക്കുക. ജഡിക മനുഷ്യനാണ് നിങ്ങൾ, ജഡിക മനുഷ്യൻ. താഴേക്ക്. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? ഇതാ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പിടിച്ചോണ്ട് ഞാൻ പെന്തക്കോസ്തുകാരൻ, നീ CSIക്കാരൻ, ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ, നീ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ജഡിക മനുഷ്യരല്ലേ? ജഡിക മനുഷ്യർ, ആത്മീയ മനുഷ്യരല്ല, ജഡിക മനുഷ്യർ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലത്തിൽ നമ്മൾ കാര്യങ്ങളെ ചിന്തിക്കണം. നമ്മളെല്ലാം ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ മക്കളാണ്. ആ രീതിയിൽ ആദ്യം കാണാൻ പഠിക്കും. ജനത്തെ ഡിവൈഡ് ചെയ്യല്ലേ,
ആളുകളുടെ പേരും പറഞ്ഞ്, ഡിനോമിനേഷന്റെ പേരും പറഞ്ഞ് ജനത്തെ ഡിവൈഡ് ചെയ്യല്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞ് കാൺമീൻ എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ, ആ പേരിൽ അറിയപ്പെടാം. എന്ത് അഭിമാനോ ദൈവത്തിന്റെ മക്കൾ. എന്താ അത് കുറഞ്ഞ പേരുമല്ലോ, അതിലറിയപ്പെടും. ഞാൻ ദൈവത്തിന്റെ പൈതൽ, ഞാൻ ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ. അതിൽ അഭിമാനപ്പെട്. ഇതാ ഈ ലോകത്തുള്ള രജിസ്ട്രേഷൻ ഇവിടെ കിടന്നോട്ടെ, മരിച്ച കൊച്ചിടാനും വിവാഹ സമയത്തൊക്കെ ഈ ലോകത്തിലെ ഗവൺമെന്റ് പ്രകാരം നടന്നോട്ടെ, അവരെ ഉപദ്രവിക്കാൻ പോകണ്ട. പക്ഷെ അറിയപ്പെടുന്ന ദൈവത്തിന്റെ മകനെ, അതല്ലേ ബൈബിൾ പറയുന്നേ. അതാണ് സ്ക്രിപ്ചറൽ. യേശുക്രിസ്തുവിനെയൊക്കെ കൊണ്ട്, യേശുക്രിസ്തുവിനകത്ത് വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. കാണുവിന് എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ. അപ്പൊ നമ്മൾ അത് വിട്ടിട്ട് വേറെ പേരുകളിൽ പരസ്പരം വഴിയുണ്ടാക്കരുത്. അതാണ് ആദ്യത്തെ സന്ദേശം. അങ്ങയോട് മാത്രമല്ല, എല്ലാ ദൈവദാസന്മാരോടും സ്നേഹം. ഹല്ലേലൂയ. ഇനി അദ്ദേഹത്തിന്റെ ആ വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന്റെ ടൈറ്റിൽ സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലാത്ത പെന്തക്കോസ്തുകാരൻ. കണ്ടോ, പെന്തക്കോസ്തുകാരൻ. അതിനെ അങ്ങ് വലുതാക്കുകയാണ്. പൗലോസിന്റെ ആള്, അപ്പോളോസിന്റെ ആള് എന്ന് പറയുന്നത് പോലെ. ജനത്തിന് ഇത് അറിയത്തില്ല. ജഡീകന്മാർ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഒരു ജഡീകനും ദൈവരാജ്യം കിടക്കത്തില്ല. ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം എന്ന വിശുദ്ധ ബൈബിൾ റോമ 8:13 പറയുന്നു. ജഡീകമായി പോകരുത്. ഹല്ലേലൂയ. ഓ ഫാദർ വി താങ്ക് യു. ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാം. ചിലപ്പോ ഇത് യൂട്യൂബിൽ നിന്നായതുകൊണ്ട് ചില ആഡുകൾ കയറി വരാം. അങ്ങനെ വല്ലതും വന്നാൽ എന്നോട് ക്ഷമിക്കണേ. ഓ ഫാദർ വി താങ്ക് യു. ഈ മുഖം ഒന്ന് ഓർത്തിരുന്നോ, ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ ദേവദാസന്മാരെ അദ്ദേഹം കുറ്റം പറയുന്നുണ്ട്. ബാബു ചെറിയാനെ കുറ്റം പറയുന്ന ഒരു രംഗമാണ് അതിന്റെ അപ്പുറത്തൊരു വീഡിയോ കിടക്കുന്നത്. എല്ലാവരെയും കുറ്റം പറയുന്നു. ശ്രദ്ധിക്കുക. എന്റെ സൗണ്ടും കൂടി കിട്ടത്തക്ക രീതിയിൽ ഞാൻ നോക്കട്ടെ. അവിടെ സൗണ്ട് കാര്യങ്ങൾ ക്രമപ്പെടുത്തിയേക്കണേ. താങ്ക് യു. ടൈറ്റിൽ കണ്ടോ, സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലാത്ത പെന്തക്കോസ്തുകാരൻ. നമ്മള് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ല. യേശുക്രിസ്തു പറഞ്ഞു, പ്രാർത്ഥിക്കാനാണ് പറഞ്ഞ, ചൊല്ലാനല്ല പറഞ്ഞ. കാണാപ്പാടം പഠിച്ച് ചൊല്ലുകയല്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കി ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ മാത്രമല്ല, നമ്മിലൂടെ ഭൂമിയിലും വരാം. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴും. ശ്രദ്ധിച്ചാണ് ആകണമേ എന്നുള്ളതാണ് അടുത്ത ലൈൻ. അടുത്ത ലൈൻ എങ്ങനെയാ തുടങ്ങുന്നത്? നിന്റെ രാജ്യം വരണമേ. ഇവിടെയാണ് നമുക്ക് വലിയ ഒബ്ജക്ഷൻ വരുന്നത്. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിൽ ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വർഗത്തിൽ ദൈവത്തിന്റെ ഇഷ്ടമല്ലാതെ വേറെ ആരുടെ ഇഷ്ടം നടക്കില്ല. അവിടെ ഗബ്രിയേലുണ്ട്, മീഖായേലുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്, സെറാഫുകളുണ്ട്, കെരൂബുകളുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയൊക്കെ ദൈവത്തിന്റെ വാക്കുകൾക്ക്, ആജ്ഞയ്ക്ക് കാതോർത്തിരിക്കുകയാണ്. ഈ ഭൂമി പോലും 23.5 ഡിഗ്രി അക്ഷാംശത്തിൽ നിന്ന് ഒരു 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 മടുപ്പുമില്ലാതെ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. നൂറ്റാണ്ടുകളായി നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നു. മനുഷ്യൻ മാത്രം സ്വന്തം ഹിതത്തിൽ മുൻപോട്ട് പോവുകയാണ്. പാപനിമിത്തം തോട്ടത്തിൽ നിന്ന് പുറത്തുപോയ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുകയാണ്. സ്വന്തം ഹിതത്തിലാണ് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യരാണ് സുവിശേഷം കേട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ അങ്ങനെ വന്നിരിക്കുകയാണ്. ആ വന്നിരിക്കുന്നവരോടുള്ള ബന്ധത്തിലാണ് അവർ തിരിച്ചറിയുകയാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. എന്ന് വെച്ചാൽ ഈ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ ഇഷ്ടം സാധിപ്പിക്കപ്പെടും എന്നുള്ളതല്ല അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവരാജ്യത്തിൽ വന്നിട്ടുള്ള ഓരോ ഭക്തന്മാരും അത് തിരിച്ചറിയണം. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ളത്. അത് തുടർന്ന് പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. എന്നാൽ അതിന് തൊട്ട് മുൻപുള്ള ആ ലൈൻ തുടക്കം എങ്ങനെയാ? നിന്റെ രാജ്യം വരണമേ. ദൈവനാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥന ആരംഭിക്കും. അടുത്ത ലൈൻ എങ്ങനെയാ? നിന്റെ രാജ്യം വരണമേ. ഈ പ്രാർത്ഥന അങ്ങനെ തന്നെ കാണാപ്പാടം നമ്മൾ ചൊല്ലാത്തത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ പറയാത്തതിൻ്റെ കാരണം ഇനി താഴേക്ക് പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങളുണ്ട്, ഗംഭീരമായ ആത്മീയ അർത്ഥങ്ങളുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ അതിന് ഗൗരവം കൊടുക്കുന്നത്. ഇത് ചുമ്മാ കാണാപ്പാടം പറയാന്ന് പറയുന്നതിന് അതിന് പ്രത്യേകിച്ച് എഫേർട്ടൊന്നുമില്ല. അതിങ്ങനെ വായിച്ചു വിട്ടാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടാൽ മതി. 5-6 സെൻറ്റൻസ് അല്ലേ ഉള്ളൂ. എന്നാൽ ഇതിന്റെ ഗൗരവം എന്താ? നിന്റെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ ലൈനിൽ കിടക്കുന്ന അതിൻ്റെ ആത്മീയ അർത്ഥം, അതിൻ്റെ ആഴം ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തുറന്നു വരും.
പിന്നെ നമുക്കിങ്ങനെ കാണാപ്പാടം ചൊല്ലാൻ പറ്റില്ല. അപ്പം നമ്മുടെ എപ്പിസ്കോപ്പൽ സമൂഹത്തിലെ സഹോദരങ്ങൾ അങ്ങനെ ചൊല്ലുന്നത് അവർക്ക് ഈ കാര്യം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവർ ചൊല്ലുന്നു. നിന്റെ രാജ്യം വരണമേ എന്ന് നമ്മളിനി എങ്ങനെ പ്രാർത്ഥിക്കും സഹോദരങ്ങളെ? നമുക്കത് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് പറ. നിന്റെ രാജ്യം വരണമേന്ന്. അതായത് ഇപ്പം നമ്മുടെ ഷിജു പാസ്റ്റർ പ്രാർത്ഥിക്കാന്ന് കൂട്ടിക്കോ, കർത്താവ് എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമേ, എന്നെ എങ്ങനെയെങ്കിലും എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ കേട്ടിരിക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? വേറെ ആരും കേട്ടില്ലെങ്കിലും കെട്ടിയോൾ അവിടെ ഉണ്ട്. പുള്ളിക്കാരി എന്ത് വിചാരിക്കും? ദൈവമേ, ഇന്നലെ അത്താഴം കൊണ്ടിട്ട് കിടന്നതാ, യാതൊരു കുഴപ്പമില്ലായിരുന്നു, ഇന്ന് രാവിലെ എഴുന്നേറ്റ് സ്വർഗസ്നായ പിതാവേ ചൊല്ലുന്നു, പിന്നെ എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമെന്ന് പറയുന്നു. ആശാൻ ഇപ്പം എവിടെ ഇരിക്കുന്നത്? ന്യൂസിലാൻഡിൽ. അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ് എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമെന്ന്. ഒരു കുറച്ച് നേരം വണ്ടി ഓടിച്ചു പോയ എയർപോർട്ട് അടുത്തുണ്ട്, പിന്നെയും പറയുകയാണ് എന്നെ ന്യൂസിലാൻഡിൽ എത്തിക്കണമെന്ന്. അതിന് വാലിഡിറ്റി ഇല്ലെന്നേ ആ വർത്തമാനത്തിന്. ആളുകൾ അവിടെ കുതിരോട്ടം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാക്കും, അവിടെ ഊളമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയാക്കും, സഭയായിട്ട് കൊണ്ടുപോയാക്കും. എന്തോ കുഴപ്പമുണ്ടെന്ന് ഉള്ള ചിന്ത വരും. കാരണം അവിടെ ഇരുന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. വിശുദ്ധന്മാരെ സംബന്ധിച്ച് നാം ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു, പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കും? ആ ഒരു ലൈൻ കൊലേസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യം വായിച്ചേ. കൊലേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 12 and 13. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ വായിച്ചത് കൊലേസ് ലേഖനം 1:12 വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു എന്ന് തന്നെയാണ് വായിച്ചത്. വിടുവിച്ചു, നമുക്ക് ആ ഡെലിവറൻസ് ലഭിച്ചു. വിടുവിച്ചു, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. ആക്കി വെച്ചെന്നാ പറയുന്നത്, ആക്കുമെന്നല്ല പറയുന്നത്, ആക്കി വെച്ചെന്നാ പറയുന്നത്, അല്ലേ? ആക്കി വെച്ചെന്നാ പറയുന്നത്. ആക്കി വെക്കുകയും ചെയ്തു. ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പൊ പിതാവ് നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. ഇതൊക്കെയാണ് നമ്മൾ രക്ഷയോടുള്ള ബന്ധത്തിൽ അടിസ്ഥാനപരമായി പഠിക്കേണ്ടത്. യോഹന്നാൻ 6:44 നമുക്കറിയാം, പിതാവ് ആകർഷിക്കുന്നു പുത്രന്റെ ക്രൂശിങ്കിലേക്ക്. സഹോദരങ്ങളെ, ഇതാ നിങ്ങൾക്ക് ആ ഒരു ഭാഗം മനസ്സിലായി. ഇനി ആദ്യം തന്നെ ഇവിടുത്തെ കോൺഫ്ലിക്റ്റ് പറയട്ടെ. കഴിഞ്ഞ ആഴ്ച സംസാരിച്ച പാസ്റ്റർ അവകാശപ്പെട്ട താൻ പെന്തക്കോസ്തുകാരനാണ്. ഈ പാസ്റ്ററും പറയുന്നത് ഞങ്ങൾ പെന്തക്കോസ്തുകാർ സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലുന്നില്ല, കാരണം ഞങ്ങൾ ഓൾറെഡി സ്വർഗരാജ്യത്തിലാണ്. അതായത് ദൈവരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു. മറ്റേ പുള്ളി പറഞ്ഞു അങ്കല്ല ദൈവരാജ്യം. കഴിഞ്ഞ ദേശത്തിൽ ആ പുള്ളി എന്നാ പറഞ്ഞേ? ഞങ്ങൾ പെന്തക്കോസ്തുകാർക്ക് ദൈവരാജ്യം തീർച്ചയായിട്ടില്ല, അത് യഹൂദന്മാർക്ക്. ഈ പുള്ളി പറയുന്നു ഞങ്ങൾ ഓൾറെഡി ദൈവരാജ്യത്തിൽ എത്തിക്കഴിഞ്ഞു. വല്ലാത്തൊരു കഷ്ടമാണ് ഇവരുടെ കീഴിലുള്ള ജനത്തിന്റെ കാര്യം, അല്ലേ? ഇതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്തോട് ഞാൻ ചോദിക്കണം, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണേന്ന്? അപ്പനെ മാറ്റി മോനെ അവിടെ ഇരുത്തണോ, അതോ വേറെ എന്തെങ്കിലും ആണോ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യം പറഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് ഉത്തരം പറയാതാ. ഇപ്പൊ ഒരു ഉത്തരം പറയുമ്പോൾ അതല്ല വേറെയിലേക്ക് വരും. അതുകൊണ്ട് ഒരെണ്ണം പൊങ്ങില്ല. ദൈവവചനപ്രകാരം ഇതൊന്നും തെളിയിക്കാൻ ഇവർക്ക് കഴിയില്ല പബ്ലിക്കിന്റെ മുമ്പാണ്. ഇദ്ദേഹം ഇതിന്റെ വാദം എന്ന് പറയുന്നത് കൊളോസ്യ ലേഖനം 1:12-13 പറയുന്നു, നമ്മൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പിതാവ് ഓൾറെഡി ആക്കി വെച്ചു. അതുകൊണ്ട് നമ്മൾ ഇനി സ്വർഗരാജ്യം ദൈവരാജ്യം വരണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ദൈവരാജ്യത്തിലാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഒന്നറിയാമോ? ഈ ദൈവരാജ്യത്തിന്റെ ഭരണം നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് പുതിയ യെരൂശലേമിൽ. ദൈവത്തിന്റെ വചനം പറയുന്നു ഒരശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ല. ഒരശുദ്ധനും അവിടെ പ്രവേശിക്കുകയില്ല. അതിന് വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെന്താണ് എഴുതി വെച്ചിരിക്കണേ? ഇതാ മനസ്സിലാക്കണം. കാരണം അവിടെ നമ്മൾ ഓൾറെഡി ദൈവരാജ്യത്തിൽ പുത്രൻ രാജ്യത്തിൽ ആക്കി വെച്ചു എന്ന് പറയുന്ന തലം ദൈവവുമായി ബന്ധപ്പെട്ടാണ്. സ്വർഗീയ പിതാവാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം പിതാവ് ചെയ്യാനുള്ള പണി മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു. സൃഷ്ടിപ്പിൽ
സ്വർഗീയ പിതാവ് ചെയ്യാനുള്ള പണി മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ജനനത്തിൽ നാം നമ്മുടെ പണി തുടങ്ങണം. സൃഷ്ടിപ്പിൽ പൂർത്തീകരിക്കപ്പെട്ടു, ഇനി ജനനത്തിൽ നാം പണി തുടങ്ങണം. മനസ്സിലായോ? ഇനി നാളെ ജനിക്കാൻ ഒരു കുഞ്ഞ് നാളെ ജനിക്കാൻ പോകുന്നെങ്കിൽ അവന്റെ പണി, ജഡത്തിൽ ജനനത്തിന്റെ പണി ദൈവം 6000 വർഷങ്ങൾക്ക് മുമ്പ് ആദത്തിൽ പൂർത്തീകരിച്ചു. സൃഷ്ടിപ്പിൽ ഇനി ഒരു പുതിയ മനുഷ്യരെ ദൈവം സൃഷ്ടിക്കാൻ പോകുന്നില്ല. പക്ഷെ അവൻ ജനനത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. നാളെ ജനിക്കണമെങ്കിൽ നാളെ തുടങ്ങത്തേ ഉള്ളൂ. ഈ ഒരു തിരിച്ചറിവ് വേണം. സൃഷ്ടിപ്പാണ് മുമ്പേ പോകുന്നത്, ജനനം പുറകെ പോകുന്നതേ ഉള്ളൂ. സജിപ്പാസ്റ്ററെ, സ്വർഗത്തിലെ ദൈവം 6000 വർഷം മുമ്പ് ആദത്തിൽ സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇതാ കണ്ടിട്ട് ഒരു 60 വയസ്സിന്റെ അടുത്ത് പ്രായം ഉണ്ടാവും. ഒരു 60 വർഷം മുമ്പ് അങ്ങ് ഈ ഭൂമിയിൽ ജനിച്ചത്. 6000 വർഷം മുമ്പ് സൃഷ്ടിച്ചു പൂർത്തീകരിക്കപ്പെട്ടു. പക്ഷെ ജനിച്ചത് കഴിഞ്ഞ 60 വർഷം മുമ്പാണ്. ഇനി അത് ജനിച്ചു വളരണം. ഈ ദൈവം പണി പൂർത്തിയാക്കിയത് കൊണ്ടാണ് ഇതാ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. അങ്ങനെ യഹോവ പണി പൂർത്തിയാക്കിയത് കൊണ്ട് ഇനി നിങ്ങൾക്ക് ജനനത്തിലൂടെ പണി തുടങ്ങാം എന്നാണ് അതിന്റെ അർത്ഥം. ആദ്യം പണിയേണ്ട യഹോവയാണ്. അതാണ് 127 സങ്കീർത്തനം പറയുന്നത്. യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമത്രേ. അപ്പൊ ആദ്യം ആര് പണിയണം? യഹോവ പണി പൂർത്തിയാക്കണം. അതാണ് കൊളോസിലേന് 1:13. ഇത് ദൈവം എഴുതിപ്പിച്ചത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലനിലൂടെയാണ് എഴുതിപ്പിച്ചത്, അല്ലെ? അതേ പൗലോസ് അപ്പസ്തോലൻ അപ്പസ്തോലപ്രവൃത്തി 14:22 സഭയോട് പറയാണ്, ദൈവരാജ്യത്തിൽ നാം കടന്നു എന്നല്ല, അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. തിരുവഴുത്തുകളെ കുറിച്ചും ദൈവശക്തിയെ കുറിച്ചും അറിവില്ലാത്തതുകൊണ്ട് ദൈവദാസന്മാർ തെറ്റിപ്പോകുന്നു, അതുകൊണ്ട് ജനവും തെറ്റിപ്പോകുന്നു. പരിജ്ഞാനമില്ലാത്ത ആർക്ക്? പുരോഹിതന്മാർക്ക്. ഹോശേയ 4:6 പറയുകയാണ്, പരിജ്ഞാനമില്ലാത്തതിനാൽ, പുരോഹിതന് പരിജ്ഞാനമില്ലാത്തതിനാൽ ജനം നശിച്ചു പോകുന്നു, തെറ്റിപ്പോകുന്നു. ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് യേശു രക്ഷിതാവായി സ്വീകരിച്ചപ്പോ പുത്രൻ രാജ്യത്തിലാക്കി വെച്ചല്ലോ. അങ്ങനെയുള്ള വിശുദ്ധന്മാരായ കൊരിന്ത്യ സഭയിലെ ജനത്തോട് 1 കൊരിന്ത്യർ 6:9 ഭാഗങ്ങളിൽ പറയാണ്, നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കണം. അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല, അതിലേക്ക് വരണം. ഞാനിത് കൂടുതലായിട്ട് പറയുന്ന ദൈവം എന്നെ ഏൽപ്പിച്ച ജനത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് എന്നെ കേൾക്കുവാൻ ദൈവം ആരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടോ അവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് എഫേസ്യ സഭയിലെ ജനത്തോട് പറയുന്നത്, നിങ്ങൾ അന്യായം ചെയ്താൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് കൊരിന്ത്യരോട് പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്. ഈ വക ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്, പിതാവിന്റെയും പുത്രന്റെയും രാജ്യത്തിൽ പ്രവേശനം ഇല്ല എന്ന്. അപ്പൊ അങ്ങ് പറഞ്ഞു ഓൾറെഡി പ്രവേശിച്ചു കഴിഞ്ഞു, ഇനി നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പഠിപ്പിച്ചാൽ അതൊരു ചതിയല്ലേ? അതൊരു ചതി. ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ തന്നെയാ പറയണേ. കൊളോസ്യ ലേഖനം എഴുതിയതും പൗലോസ് അപ്പോസ്തലനിലൂടെയാണ്. ദൈവത്തിന്റെ ആത്മാവ്, ഇതേ ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലനിലൂടെ ഗലാത്യരോടും എഫേസ്യരോടും ഇതാ ഒക്കെ പറയുന്നത്. ഹല്ലേലൂയ. അവസാന വിശുദ്ധ ബൈബിൾ പറയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും. എന്ത്? ദൈവരാജ്യം. ജയിക്കുന്നവന് ഇതാ ഞാൻ ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. അങ്ങനെ ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ മാത്രം നാം ക്രിസ്തുവിൽ പങ്കാളിയാകും, ദൈവരാജ്യക്കാരാകും. പക്ഷെ അന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി അവിടെ ആയിക്കഴിഞ്ഞു, ഇനി നമ്മൾ ഇതൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അത് ഊളംപാറയിൽ പോകുന്ന അതേ ടൈപ്പ് ആളുകളാണ് പ്രാർത്ഥിക്കുന്നത്. ഭാര്യ ചോദിക്കും ഊളംപാറയെ കൊണ്ടിടുന്നതിനെ കുറിച്ച്. ശ്രദ്ധിച്ചേ, ദൈവവചനത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമേ, പ്രത്യേകിച്ച് പുതിയ ഉടമ്പടി, അവിടെ സ്പിരിറ്റ്, സോള്, ബോഡി, ഇതിൽ ബോഡി മാത്രമേ നമുക്ക് അറിയുള്ളൂ. സ്പിരിറ്റും സോളും നമുക്ക് അറിയില്ല. അതൊക്കെ നമ്മൾ അറിയണം ദൈവത്തിന്റെ കൃപയിലാണ്. ഇവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്പിരിറ്റിൽ ദൈവം നമ്മളെ പൂർത്തീകരിച്ചു. അങ്ങനെ അത്
ക്രിസ്തുവിലാണ് നടന്നിരിക്കുന്നത്. ക്രിസ്തുവിൽ നാം പരിപൂർണരായി കഴിഞ്ഞു. സൃഷ്ടിപ്പിൽ ഇനി അവിടെ ഒന്നും ചെയ്യണ്ട. ഇനി ജനനത്തിൽ, അതാണ് നമ്മുടെ വീണ്ടും ജനനം. മനസ്സിലായി? ഇതാണ് ക്രിസ്തു പറയുന്നത്. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ഈ ദൈവരാജ്യം കാണുകയില്ല. ഹല്ലേലൂയ. ആ വീണ്ടും ജനനത്തിൽ നമ്മുടെ ആത്മാവ് ആ ജനിച്ച മണ്ഡലത്തിൽ നമ്മുടെ സോൾ എത്തിയിട്ടില്ല. സോൾ എത്തണം. ആത്മാവ് അദൃശ്യ, സോളും അദൃശ്യമാ. സോൾ അവിടെ എത്തണം. ബോഡി അങ്ങോട്ട് എത്തൂല. ജഡരക്തങ്ങൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. അവിടെ വേറെ ബോഡിയാണ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, സ്പിരിറ്റ് കൺട്രോൾ ഫിസിക്കൽ ബോഡി. അപ്പൊ മനുഷ്യന്റെ 3 ഭാഗവും ക്ലിയർ ആകണം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം 1 തെസ്സലോനിക്കർ 5:21 പറയുന്നത്, അങ്ങനെ ക്രിസ്തുവിന്റെ ദിവസം നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ശരീരവും അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകണം. 3 ഭാഗം നടക്കണം. അപ്പോ ബൈബിളിലെ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് കാര്യങ്ങൾ സാധിപ്പിക്കരുത്, മറ്റു ഭാഗങ്ങളും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെല്ലാം മുമ്പ് എന്താണ് ദൈവ ഇഷ്ടം എന്നറിയാം. അതിനെല്ലാം മുമ്പ് എന്താണ് യേശു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷം, എന്താണ് അതിൽ സംഭവിക്കുന്നതെന്ന് അറിയണം. അപ്പൊ ലക്ഷ്യം അറിഞ്ഞിട്ട് വേണം നമ്മൾ കാര്യങ്ങളെ സംസാരിക്കാൻ. J7:17 യോഹന്നാൻ 7:17 പറയുന്നു, ദൈവ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവൻ ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന് തിരിച്ചറിയും. അപ്പൊ ആദ്യം നമ്മുടെ അകത്ത് വേണ്ടത് എന്താണ് ദൈവ ഇഷ്ടം എന്നുള്ളതാണ്. ഈ പ്രവൃത്തിയിലൂടെ എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്നാണ് നാം മനസ്സിലാക്കുക. ആ ഒരു മനസ്സിലാക്കുന്ന ഇല്ല എങ്കിൽ നാം ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും മനുഷ്യരെ, അത് പെന്തക്കോസ്തരാകാം, കത്തോലിക്കരാകാം, മാർത്തോമക്കാരാകാം, CSIക്കാരാകാം, ഏത് ഗ്രൂപ്പിലാണോ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കാൻ തുടങ്ങും. നമ്മളും തെറ്റും, ആ ജനവും തെറ്റും. അപ്പോ ഇത് വ്യക്തിയോടെ മനസ്സിലാക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദേവദാസ് എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി, ഞാൻ എങ്ങനെ പറയുന്നതിന്റെ കാരണം കർത്താവ് അദ്ദേഹത്തെ ആക്കിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് പറയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോ ആ വ്യക്തി പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പറഞ്ഞ വചനം സത്യമായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം എടുത്താട്ടെ, 12-13 വാക്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി, ഒന്ന് വായിച്ച. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വെടിവെച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ഗ്രാമർ എടുത്തിട്ടാണ് അദ്ദേഹം കളിക്കുന്നത്. ചെയ്തു, ഓൾറെഡി ആക്കി കഴിഞ്ഞു. പക്ഷെ അതിന്റെ മുമ്പിൽ പറയുന്നത് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം കിട്ടിയെന്നല്ല പറഞ്ഞേ, അവകാശത്തിനായി. ആ അവകാശം വരാൻ പോകുന്നതേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. അതിനായുള്ള ആദ്യ സ്റ്റെപ്പാണ് നമ്മളെ പുതിയ സൃഷ്ടിയാക്കി നമ്മുടെ ആത്മാവിലെ പണി ദൈവം പൂർത്തീകരിച്ചു എന്നറിയിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി അവകാശം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? ദൈവരാജ്യത്തിൽ PR, പെർമനന്റ് റെസിഡൻസ് കിട്ടണമെങ്കിൽ, വെളിപ്പാട് പുസ്തകം ഈ അവകാശം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെളിപ്പാട് 21:7 വായിച്ച്, നാം ജയിക്കണം. ഇത് ജനത്തിന് പറഞ്ഞു കൊടുക്കണം. ഞാൻ നോക്കിയിട്ട് ഒരു സഭയും പറഞ്ഞു കൊടുക്കുന്നില്ല, പെന്തക്കോസ്ത് സഭയും പറഞ്ഞു കൊടുക്കുന്നില്ല, കത്തോലിക്ക സഭയും പറഞ്ഞു കൊടുക്കുന്നില്ല, മാർത്തോമയും ഒരു സഭയും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇത് പറഞ്ഞു കൊടുക്ക്. മോനെ നീ ജയിച്ചാലേ ഈ അവകാശം കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്ക്. 21:7 വായിച്ച്, വെളിപ്പാട് 21:7. ബൈബിള് തീരുക. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവൻ ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പൊ അവകാശം കിട്ടണമെങ്കിൽ ജയിക്കണം മക്കളെ. അതിന് വീണ്ടും ജനിച്ചു, ഞാൻ ദൈവരാജ്യത്തിൽ വന്നു, ഇനി ദൈവരാജ്യം വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് പൊട്ടത്തെറ്റല്ലേ? ഇത് തന്നെയാണ് 1 പത്രോസ് അതിന്റെ 4-5 വാക്യം വായിക്കണേ. ഒരവകാശത്തിനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. വീണ്ടും ജനിച്ച ദൈവരാജ്യത്തിലാണ്. ഏത് ഭാഗം? നമ്മുടെ ആത്മാവ്. ദേഹിയല്ല, ശരീരമല്ല, ആത്മാവ്. അവിടെ ജനിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരവകാശം. എന്താണ് അവകാശം? ദൈവരാജ്യം അവകാശമാക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യം, ദൈവത്തോടുള്ള വാസം അവകാശമാക്കണം. ആ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം.
അനുദിനം നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ രാജാവായി വാഴിക്കണം. വായിച്ചേ 1 പത്രോസ് 1:4-5. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ 3 വചനത്തിന് അവകാശം 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 എന്ന് പറഞ്ഞ കേട്ടോ. അവകാശം കിട്ടിയെന്നല്ല പറഞ്ഞത്, അവകാശത്തിനായി ഒരു പാസ്റ്റ് ടെൻസ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. മനസ്സിലായോ? അവകാശം കിട്ടണമെങ്കിൽ ജയിക്കണം. അപ്പോ ഈ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ഈ മണ്ഡലം പുതിയതായി സൃഷ്ടിച്ച് പണി പൂർത്തീകരിച്ച് അവിടെയാണ് വീണ്ടും ജനിപ്പിച്ചത്. ഇനി നമ്മുടെ പണി തുടങ്ങുകയാണ്. അവിടെ എത്താനായിട്ടുള്ള ദൈവരാജ്യം അവകാശമാക്കാനുള്ള പണി തുടങ്ങണം. ഇതുകൊണ്ടാണ് ഫിലിപ്പിയർ 2:12 പറയുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണോ? ഞാൻ അടുത്തിരിക്കുമ്പോൾ മാത്രമല്ല ദൂരത്തായിരിക്കുമ്പോഴും. ഈ കൊളോസിലേഖനം എഴുതിയ പൗലോസിലൂടെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. വർക്ക് ഔട്ട് യുവർ സാൽവേഷൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിനായി കഴിഞ്ഞു, ഫിനിഷ്. അങ്ങനെ ജനത്തോട് പറഞ്ഞു കൊടുത്താൽ ജനം താമസപ്പടിക്കും. കാരണം എല്ലാം ഫ്രീ കിട്ടാൻ വേണ്ടി നോക്കിക്കണ ജനമല്ലേ. എവിടെ കിറ്റ് കിട്ടും അങ്ങോട്ട് കൊടുത്ത ജനം. അവർ ഓൾറെഡി ദൈവരാജ്യത്തിലായി. ഇനി നമ്മൾ എന്നാ പ്രാർത്ഥിക്കാനാ? ഇനി നമ്മൾ പ്രാർത്ഥിച്ചാൽ ന്യൂസിലാൻഡ് വരണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഊളംപാറ കൊണ്ട് ഇടത്തില്ലേ എന്നൊരു ചോദ്യം പോലെ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഇനിയോ ഇതേ ദൈവദാസൻ തന്നെ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ജനിച്ച കൊറിന്ത്യ സഭയോട് പറയുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന വചനം കാഴ്ചക്കാരായി നോക്കി നിന്ന് ചുമ്മാ അവസാനിക്കാതെ വചനങ്ങൾ നോട്ട് ചെയ്ത് ആരും നിങ്ങളെ പറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക സഭ. മനസ്സിലായോ? ഈ ഓരോ വചനങ്ങളും പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ആരും ചതിക്കാതിരിക്കാന്. ക്രിസ്തു പറഞ്ഞു, ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ, തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവേ. ഹല്ലേലൂയ. കൊറിന്ത്യ സഭയിലെ വിശുദ്ധന്മാർ ഓൾറെഡി ഇദ്ദേഹത്തിന്റെ ഭാഷയെ പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി ആ ദൈവരാജ്യം അവകാശമാക്കേണ്ട വല്ല ആര്യമുണ്ടോ? അവരുടെ 1 കൊരിന്ത്യർ 6:9 വായിച്ചേ. അതേ പൗലോസ് അപ്പോസ്തലനോട് ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുന്ന രംഗമാണ് ഈ പറയുന്നത്. വായിക്കേ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ അന്യായം ചെയ്യുന്നവൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവരാജ്യം അവകാശമാകണ്ടേ? ആ ദൈവരാജ്യം ആദ്യം ഭൂമിയിലല്ല സ്ഥാപിക്കപ്പെടേണ്ടേ, ആദ്യം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടണം. ഇന്ന് അവിടെ ദൈവരാജ്യമല്ല, നമ്മുടെ സ്വന്തം രാജ്യമാണ് ഹൃദയത്തിൽ. ആ ഹൃദയത്തിൽ ക്രിസ്തുവിനെ രാജാവായി വാഴിക്കണം. അത് ചെറിയൊരു പരിപാടിയൊന്നുമല്ല, വലിയൊരു പരിപാടിയാണ്. ആ വലിയൊരു പരിപാടി നടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ ആ പരിജ്ഞാനത്തിന് വിപരീതമായ ചിന്തകളെ എല്ലാം ഇടിച്ച് കളഞ്ഞ് ഏതൊരു വിചാരത്തെയും ക്രിസ്തുവോടുള്ള അനുസരണത്തിനായി പിടിച്ചു കടണം. ഇതൊക്കെ സംഭവിച്ചാലേ ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിതമാകുകയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ സ്പിരിറ്റ് ഓൾറെഡി ദൈവരാജ്യത്തിലാക്കി കഴിഞ്ഞ ദൈവത്തിന്റെ പാർട്ട് പൂർത്തീകരിച്ചുള്ളൂ. ഇനി ആ സ്പിരിറ്റിൽ നിന്ന് ആരംഭിക്കുന്ന വളർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അതിൽ ജനിച്ചു വളരുക. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം മക്കളാകാനുള്ള അധികാരം കൊടുത്തു എന്ന് പറയുന്ന പവർ ടു ബിക്കം ആയിത്തീരണം. ഹല്ലേലൂയ. ആയിത്തീരണം. ഇവിടെ പറയുന്ന അന്യായം ചെയ്യുന്ന വീണ്ടും ജനിച്ച കൊറിന്ത്യ സഭയിലെ വ്യക്തിയോട് പറയാണ്, അന്യായം ചെയ്യുന്ന വ്യക്തി നീ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, അതിന് വരാൻ പോകുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. വരാൻ പോകുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് പഴയ ദൈവവിശുദ്ധന്മാർക്ക് ഇതുപോലെ പറ്റാഞ്ഞേ? കാരണം കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ പുതിയ സൃഷ്ടികർമ്മം ചെയ്ത് നമ്മളുടെ സ്പിരിറ്റിനെ ദൈവരാജ്യത്തിൽ ദൈവമാക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ആക്കിയതിന് ശേഷം ആ സൃഷ്ടിപ്പ് ദൈവം പൂർത്തീകരിച്ചു. അതാണ് ഒരു ക്രിസ്തുവിലെ പുതിയ സൃഷ്ടി എന്ന് പറയുന്നില്ലേ, 2 കൊരിന്ത്യർ 5:17. അത് ദൈവം പൂർത്തീകരിച്ചത് കൊണ്ട് നമുക്ക് ഇനി ആ സൃഷ്ടിപ്പിൽ ജനിച്ചു വളരാം. പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ.
യേശുക്രിസ്തു നിക്കോദീമോസിനോട് ചോദിക്കുന്നത്, ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിട്ട് നീ ഇതൊക്കെ അറിയുന്നില്ലയോ എന്ന്. ഇതാ എന്നിലൂടെ ദൈവം അങ്ങയോട് ചോദിക്കുന്നു, പെന്തക്കോസ്തിന്റെ ഉപദേശകനായിട്ട് അങ്ങ് ഇതൊന്നും അറിയുന്നില്ലയോ? അങ്ങ് പെന്തക്കോസ്ത് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മക്കളായിട്ടാണ് കാണുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും അടുത്ത വാക്യം 6:10 വായിച്ച് അവരോട് തന്നെ ദൈവത്തിന്റെ വചനം വീണ്ടും പറയാണ്, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ണക്കാർ, പിടിച്ചു പറക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഫ്യൂച്ചർ ടെൻസ്. സഭയിലുള്ള ഒരു വ്യക്തിയും ഇപ്പോ ഇത് ഓടിക്കൊണ്ടിരിക്കില്ലേ, ഈ ഭൂമി സഭയിലുള്ള ഒരാളും ദൈവരാജ്യം അവകാശമാക്കിയിട്ടില്ല. അവരുടെ ജീവിതത്തിന്റെ കോഴ്സ് കഴിയുമ്പോൾ അവർ ജയിക്കുന്നവർ ഇത് അവകാശമാക്കുന്ന വിശുദ്ധ ബൈബിൾ പറയും. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ പ്രവർത്തനം ദൈവരാജ്യത്തിൽ തുടങ്ങി. ഇനി അവിടുന്ന് ദേഹിയിലേക്കും ദേഹിയിൽ നിന്ന് ശരീരത്തിലേക്ക് വരണം. ദൈവരാജ്യം 3 പറ മാവിൽ ഒളിച്ചു വെച്ച നിധിയാണ് പുളിപ്പാൻ. ഇത് തിരിച്ചറിയണം. ആത്മാവിൽ ആരംഭിച്ച് ദേഹിയിലേക്ക്, ദേഹിയിൽ നിന്ന് അത് ശരീരത്തിലേക്ക്, തുടർന്ന് ശരീരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്കും വെളിപ്പെടുമ്പോൾ ദൈവരാജ്യം ഭൂമിയിൽ വരും. ഇതാണ് പ്രാർത്ഥന പറയുന്നത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ. എങ്ങനെ? അങ്ങയുടെ രാജ്യം വരയണമേ. എങ്ങനെ? എന്റെ ഉള്ളിൽ വന്ന് അതുവഴി ഈ ഭൂമിയിൽ അങ്ങയുടെ തിരിഹിതം സ്വർഗത്തിൽ അതുപോലെ നിറവേറണം. എന്നിലൂടെ അത് നിറവേറണം. ഇത് സംഭവിക്കണോ? അങ്ങനെ സംഭവിക്കുമ്പോഴാണ് അവന്റെ പേര് ഇമ്മാനുവേൽ, ദൈവം മനുഷ്യനിലൂടെ വെളിപ്പെടും. ഇത് നടന്ന ഒരേ ഒരു വ്യക്തി ക്രിസ്തുവാണ്. തുടർന്ന് ക്രിസ്തുവെ പോലെ ആകാൻ നമ്മളെ മുൻ നിയമിച്ചെടുക്കുന്നു. ഏത് ക്രിസ്തു? അത്യുന്നതനായ ദൈവമായ ക്രിസ്തു അല്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാൻ നമ്മളെ റോമ 8:29 മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയണം. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാൻ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിട്ടില്ല. അത്യുന്നതനായ ദൈവത്തെ പോലെ ഞാൻ ആഗ്രഹിച്ചത് നിഷ്കളങ്കനായ ഒരു ദൂതനായിരുന്നു, ലൂസിഫർ. അവനാണ് ഇന്നത്തെ പിശാച്. രണ്ടാമത് അവൻ ഇറങ്ങി വന്ന് പാമ്പിന്റെ രൂപത്തിൽ ഈ മെസ്സേജ് കൊടുത്തിട്ട് ആഗ്രഹിച്ചത് പറഞ്ഞത് ഹവ്വയോടാണ്. ഹവ്വയിൽ ആഗ്രഹിച്ചു, ആദത്തിനും കൂടെ കൊടുത്തു, നിങ്ങൾ തിന്നാ നിങ്ങൾ ദൈവത്തെ പോലെയാകും. ദൈവത്തെ പോലെ ആകാൻ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി തീരും. ക്രിസ്തു നമ്മുടെ സഹോദരന്മാരായി തീരും. ക്രിസ്തു നമ്മുടെ മൂത്തവനായി തീരും. ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവെ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, മൂത്തവനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ റോമ 8:29 കുറിച്ച് അടുത്തൊരു ക്ലാസ് കൊടുക്കുക. ക്രിസ്തു നമ്മുടെ സഹോദരനാന്ന് പറ. റോമ 8:17 കുറിച്ച് അടുത്തൊരു ക്ലാസ് കൊടുക്കുക. ക്രിസ്തു നമ്മുടെ കൂട്ടു സഹോദരനാണെന്ന് പറ, കൂട്ട അവകാശിയാണെന്ന് പറ. ഞാൻ ക്രിസ്തുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ, അപ്പന്റെ, അത്യുന്നതനായ ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണ്. അപ്പൊ ഞാനും നിങ്ങൾ ക്രിസ്തുവെ പോലെ ആയി, റോമ 8:29 ക്രിസ്തുവെ പോലെ ആയി തീർന്നാൽ നമ്മളും അത്യുന്നതനായ വേറെ ദൈവങ്ങളായി മാറുന്നു. തെറ്റായി പഠിപ്പിച്ചുകൊണ്ട് ജനം തെറ്റായി പോകും. അന്ന് പഠിപ്പിച്ചപ്പോ ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ചോദിക്കാൻ വന്നവരെ നാട് കടത്തി കോൺസ്റ്റന്റൈൻ. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ മത്തായി 24:14 പ്രകാരം രാജ്യത്തിന്റെ ഈ സുവിശേഷ സകലർക്ക് സാക്ഷ്യമായി ലോകത്തിനെല്ലാവരും അറിയിക്കപ്പെടും. അതോടെ അവസാനം ദൈവവചനത്തിന്റെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. ഒരു സഭയുടെ ഡിനോമിനേഷനോ വ്യക്തമല്ല, ക്രിസ്തുവിന്റെ, ദൈവത്തിന്റെ ശരീരമായി ക്രിസ്തുവിന്റെ അവയവമാണ്. വ്യക്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ജനത്തെ പഠിപ്പിക്കുക ഏറ്റവും ശ്രേഷ്ഠകരമായ ജോലിയാണ്. ക്രിസ്തു അത് അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ചെയ്യുന്നു. ഹല്ലേലൂയ. ഇനി എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇതേപോലെ കൊളോസ്യ ലേഖനം 1:12-13 എഴുതാൻ ദൈവം ഉപയോഗിച്ച അതേ പൗലോസ് അപ്പോസ്തലൻ തന്നെയാണ് എഫേസ്യ ലേഖനക്കാരോട് പറയുന്നത്. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കയറി അത് അവകാശമാക്കി എന്നല്ല പറയുന്നത്, അവിടെ എത്തണം. നിങ്ങൾ തെറ്റായി പ്രവർത്തിച്ചാൽ അത് അവകാശമാക്കത്തില്ല എന്നാ പറയുന്നത്. ജനത്തെ ചതിക്കരുത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. അതിന്റെ 5:5 വായിച്ച്. നിങ്ങളെ വ്യർത്ഥവാക്കുകൾ ആരും ചതിക്കരുതെന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് 5:6. അതുകൊണ്ട് വ്യർത്ഥവാക്കുകൾ ആ ജനത്തെ അങ്ങ് ചതിക്കരുത്. വായിക്കേ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. താഴെ എഴുതിക്കുക, അങ്ങനെ കൂട്ടാളികളാകരുത്. എന്താണ് വ്യർത്ഥവാക്ക്? നിങ്ങൾ ദൈവരാജ്യത്തിൽ ഓൾറെഡി കടന്നു. ഇനി അവിടുന്ന് പ്രാർത്ഥിക്കേണ്ട. വ്യർത്ഥവാക്ക് കടക്കണം.
പിതാവ് ആക്കി വെച്ചത് ദൈവത്തിന്റെ പദ്ധതിയാ. ഇനി നമ്മൾ വർക്ക്ഔട്ട് അവർ സാൽവേഷൻ. ദൈവം ചെയ്തത്, യഹോവ പണിതത്, നമ്മൾ ഇനി പണിക്കാർ പണിയണം, ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്. വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. അതാണ് അഞ്ചിന്റെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ അർത്ഥവാക്ക്? ഒരു കാര്യമില്ല, യേശു ക്രിസ്തു എല്ലാം ചെയ്തു, ഇനി നമ്മൾ അങ്ങ് കടക്കും. നമ്മൾ ആക്കി വെച്ചല്ലോ ഓൾറെഡി. ദൈവം ചെയ്യേണ്ടത് ചെയ്തു എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ. ഹല്ലേലൂയ. ഇനി നമ്മൾ ആ പണിയിൽ തുടങ്ങണം. വീണ്ടും ജനിച്ച് ക്രിസ്തുവെ അനുഗമിച്ച് അനുദിനം ക്രിസ്തുവോട് ചേർന്ന് നാം ക്രിസ്തുവോട് പഠിച്ച്, ക്രിസ്തു പറയുന്നേ, ഞാൻ സൗമ്യതയിൽ താഴ്മയുള്ളവനാകാൽ എന്റെ മുഖമേറ്റ് എന്നോട് പഠിച്ചാൽ നിന്റെ സോളിന് ആശ്വാസം കിട്ടും. അത് നമ്മൾ നേടണം. അപ്പോഴാണ് ദൈവരാജ്യം അവകാശമാക്കുക. ദൈവരാജ്യത്ത് എറ്റേണലി നാം നിത്യമായി അതിൻ്റെ ഉള്ളിൽ അവകാശമാക്കുന്നത്. അപ്പൊ ജനത്തെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം, ജയിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ഇത് എന്താണ് 5:5 വായിച്ച്, എഫേസ്യർ 5:5. ഇവരൊക്കെ സഭയാണ്, ഓൾറെഡി വീണ്ടും ജനിച്ചവരാണ് ഈ പറയുന്നത്. വായിക്കേ. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോ ഓൾറെഡി അവിടെ കടന്നു എന്ന തലത്തിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനം ഈ വാക്കുപോലെ ശ്രദ്ധിക്കും. എളുപ്പം മിക്സി കൊടുത്തു കഴിഞ്ഞിട്ട് ഇതാ അരകല്ല് അരയ്ക്കാൻ പറഞ്ഞാൽ ഏതെങ്കിലും സഹോദരിമാര് ചെയ്യുമോ? വിറകുള്ള അടപ്പുണ്ട്, അപ്പൊ തന്നെ ഗ്യാസും ഉണ്ട്. ഏതെങ്കിലും സഹോദരന്മാര് വിറകിലേക്ക് പോവോ? അങ്ങ് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓൾറെഡി അവിടെ ആയി കഴിഞ്ഞു. ആത്മാവിൽ പുതിയ സൃഷ്ടിയിൽ ദൈവം അവിടെ ആക്കി. പക്ഷെ നമ്മുടെ ദേഹി നമ്മളവിടെ ആയിട്ടില്ല. നമ്മൾ ആകണം. നമ്മുടെ ശരീരം നമ്മളവിടെ ആയിട്ടില്ല. അത് നമുക്ക് പുതിയ ശരീരം ദൈവം തരും. ദേഹിയിൽ നമ്മൾ അവിടെ ആകാൻ വേണ്ടിയാണ് നാം ഇനി വർക്കൗട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെ വർക്കൗട്ട് ചെയ്യണേ? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്തൊക്കെ ചെയ്താലാണ് അവിടെ കയറുന്നത്? ഇതാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇതാ അവിടെ പറയുന്നത്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം അതിന്റെ 14. അങ്ങ് ക്രൂശിന്റെ ശത്രുക്കളെ കുറിച്ച് പറയുന്നില്ല, അതിന്റെ തൊട്ട് മുകളിൽ പറയുന്നുണ്ട്. ഇതാ അവിടെ പറയുന്ന ഒരു കാര്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു, അതാണ് ആ വർക്കൗട്ട്. മനസ്സിലായോ? ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താണ് ആ ചെയ്യുന്നത്? പിൻപിലുള്ളതിനെ മറന്ന് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക്, ആ വിരുദാണ് ദൈവത്തോടു കൂടിയുള്ള വാസം, സ്വർഗസ്ഥ പിതാവോട് കൂടെ ക്രിസ്തുവിലുള്ള വാസം. അപ്പോഴാണ് നാം ദൈവരാജ്യം അവകാശമാക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ആ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഇതാണ് വർക്കൗട്ട് യുവർ സാൽവേഷൻ എന്ന് പറയുന്നത്. ഇത് ജനത്തെ പഠിപ്പിക്കും. ക്രിസ്തുവിൽ അവസാനിക്കുന്നില്ല, ക്രിസ്തുവിൽ ആരംഭിക്കുന്നു. ക്രിസ്തു ആണ് മൂലക്കല്ലിൽ ആരംഭിച്ച് ക്രിസ്തുവിലൂടെ വഴി സത്യം ജീവനുമായ ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തണം. ആ പിതാവോടുകൂടി ഒരുമിച്ചുള്ള വാസമാണ് സുവിശേഷം. ഇതാണ് 1 തെസ്സലോനിക്കർ 5:9-10 വാക്യങ്ങളിൽ പറയുന്നത്. ദൈവം നമ്മളെ വിളിച്ചത് കോപത്തിനല്ല. നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ചെവി തുറന്നു കേട്ടു ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന്, അതാണ് സുവിശേഷം. അപ്പയോടുകൂടെ ജീവിക്കുന്നതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടതിന് ദൈവപുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷയ്ക്കായി നമ്മളെ വിളിച്ചു, രക്ഷപ്പെടാനായി നമ്മളെ നിയമിച്ചു. അപ്പൊ ക്രിസ്തുവിലൂടെ രക്ഷപ്പെടണം. അതാണ് രക്ഷയുടെ സുവിശേഷം. തുടർന്ന് ക്രിസ്തുവെ ധരിച്ച് ക്രിസ്തുവെ അനുസരിച്ച് വിശുദ്ധി പ്രാപിച്ച് സ്വർഗീയ പിതാവോടുകൂടെ ജീവിക്കണം. എവിടെ? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമി. അങ്ങനെ ജനത്തെ പഠിപ്പിക്കണം. പക്ഷെ അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ ഹൃദയശുദ്ധി കൂടാതെ ആർക്കും അവിടെ എത്തുവാൻ കഴിയില്ല. ഒരു പാപി പുതിയ യെരൂശലേമിൽ പ്രവേശിക്കും. ഇത് മനസ്സിലാക്കി നാം ഒരു പൗലോസിന്റെ വ്യക്താവോ അപ്പോളോസിന്റെ വ്യക്താവോ പെന്തക്കോസ്റ്റിന്റെയോ CSIയുടെയോ കത്തോലിക്കയുടെ വ്യക്താവല്ല. ദൈവത്തിന്റെ ശരീരമായ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരൊറ്റ ബോഡിയേ ഉള്ളൂ. ആ ബോഡിയിലെ അവയവം നമ്മൾ നിൽക്കുമ്പോൾ ദൈവം വെളിപ്പെടണം. അതാണ് ഇമ്മാനുവൽ. ദൈവം നമ്മളിൽ വസിച്ച് നമ്മളിലൂടെ സംസാരിക്കും. അങ്ങനെ ക്രിസ്തുവെ ദൈവത്തെ ഭൂമിയിൽ വെളിപ്പെടുത്തുന്ന ദൈവപുത്രന്മാരായി നമ്മളെ കാണുന്നവൻ നമ്മളെ അല്ല കാണണ്ടേ, നമ്മുടെ ഡിനോമിനേഷൻ അല്ല കാണണ്ടേ, സംഘടനയല്ല കാണണ്ടേ. നമ്മളെ കാണുന്നവർ ക്രിസ്തുവെ കാണണം. ക്രിസ്തുവിന്റെ തലയായ ദൈവത്തെ കാണണം, അത്യുന്നതനായ പിതാവിനെ കാണണം. നമ്മളെല്ലാം ഗോഡ് ഫാമിലിയിലാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തു
റീകോട്ട് ചെയ്ത് യോഹന്നാൻ 10 ഇങ്ങനെ പറയുന്നത്, 82 സങ്കീർത്തനം. നിങ്ങളൊക്കെ ആരാന്നറിയും? അത്യുന്നതനായ ദൈവം പറയാം, നിങ്ങളൊക്കെ ഏലോഹിമുകളാണ്. നമ്മളെല്ലാം അതേ വർഗമാണ്, ദൈവപുത്രന്മാരാണ്. നിങ്ങളെല്ലാം ഏലോഹിമുകളാണ്. ഏത് ഏലോഹിം? അത്യുന്നതനായ ദൈവമല്ല, ഏലോഹിമിന്റെ പുത്രൻ. പക്ഷേ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിപ്പോയത് കൊണ്ട് നിങ്ങൾ മനുഷ്യരെ പോലും മരിച്ചു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി ആദ്യം ദൈവസന്നിധി മുട്ടുമടക്കിയതും ഈ കാര്യങ്ങൾ താഴ്മയോടെ മനസ്സിലാക്കി. ഞാൻ ഒന്നുമല്ല അപ്പ, ഞാൻ ഒന്നുമല്ല, ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അങ്ങ് തന്നത് മാത്രം. എന്റെ സത്യം അങ്ങ് ഗ്രഹിപ്പിക്കാൻ, എന്റെ സത്യം പഠിപ്പിക്കാൻ. ഞാൻ അനേക കുഞ്ഞുങ്ങളെ നരകത്തിലേക്ക് ചൂണ്ടുവലയാകുന്ന ഒരു വ്യക്തിയായി തീരാതെ അനേകരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി, പുതിയ സൃഷ്ടിയിൽ തികഞ്ഞവരാക്കി. അങ്ങ് പറഞ്ഞില്ലേ, ഇതാ ദൈവരാജ്യത്തിലാക്കി വെച്ചു എന്ന് പറഞ്ഞില്ലേ, പുത്രൻ രാജ്യത്തിൽ. അത് പുതിയ സൃഷ്ടിയാണ്. ഇനി പുതിയ സൃഷ്ടിയെ കുറിച്ച് പഠിക്കും. ഇനി ദൈവത്തിന്റെ വചനം പറയും, ഇനി പരിച്ഛേദനമല്ല, അഗ്രഹമല്ല, ജഡത്തിലെ നിയമങ്ങളല്ല, വെള്ളയൊടുപ്പല്ല, മീശോടിയല്ല, ആഭരണവർജനമല്ല. അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് നല്ലത്, ദൈവം തരുന്ന ഗൈഡൻസ് പ്രകാരം. ദൈവത്തിന്റെ വചനം പറയുന്നു പുതിയ സൃഷ്ടി അത്രേ കാര്യം. ആ പുതിയ സൃഷ്ടി, അതിനെക്കുറിച്ചൊരു ക്ലാസ്, അതിനെക്കുറിച്ചൊരു പുസ്തകം ക്രിസ്തീയ ബുക്ക് ഷോപ്പുകളിലില്ല. പുതിയ സൃഷ്ടി അത്രേ കാര്യം. ദൈവരാജ്യം യേശു പ്രസംഗിച്ചത്, ശിശുവിനെ പ്രസംഗിച്ചത്, ദൈവരാജ്യം വരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ അത് വേണ്ട എന്ന് പറഞ്ഞ് അതിന് ഒഴിവാക്കുന്ന, ചൊല്ലാനല്ല പറഞ്ഞേ, ആത്മാർത്ഥതയോടെ എന്റെ ഹൃദയത്തിൽ അപ്പാ അങ്ങയുടെ രാജ്യം വരണം, എന്നിൽ അങ്ങയുടെ രാജ്യം വരണം. അങ്ങനെ പറഞ്ഞില്ലേ, കിങ്ഡമായി തെരഞ്ഞെടുത്തു. അതെ, നമ്മളാണ് ദൈവത്തിന്റെ കിങ്ഡം. നമ്മളിൽ ദൈവം വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആലയമായി മാറും. നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ കിങ്ഡമായി മാറും. നമ്മളിൽ ദൈവം വസിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആലയമായി മാത്രമല്ല, ആലയത്തിലെ പുരോഹിതന്മാരായി മാറും. നമ്മളിലൂടെ ദൈവം ഭൂമിയിൽ വെളിപ്പെടുമ്പോൾ നമ്മൾ കിങ്ഡമായി, ദൈവത്തിന്റെ കിങ്ഡമായി മാത്രമല്ല, ആ കിങ്ഡത്തിലെ രാജാക്കന്മാരായി മാറും. എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കി ജനത്തെ പഠിപ്പിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ദൈവത്തിരിക്കുന്നവണ്ണം ഞാനും കൂടെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിന്റെ അവയവമായി പരസ്പരം അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ചെളി വാരി എറിയുകയല്ല, ഒരു ഡിനോമിനേഷനെ വ്യക്തമാകുകയല്ല. ക്രിസ്തുവിൽ നമുക്ക് ഒരു ശരീരമാണ്, ദൈവത്തിന്റെ ശരീരമാണ്. പ്രവർത്തിക്കാം അങ്ങനെ ഒറ്റ ശരീരമായി. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ സ്വർഗത്തിൽ എന്നതുപോലെ ക്രിസ്തുവിലുള്ള നമുക്ക് നമ്മളിലൂടെ ഭൂമിയിലും അത് അറിയിക്കാം. അങ്ങനെ ദൈവഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നിറവേറും എന്ന പ്രാർത്ഥന നമ്മളിലൂടെ നിറവേറട്ടെ. അതിനായി ദൈവം അങ്ങേ സഹായിക്കട്ടെ. ഈ കേട്ടിരിക്കുന്ന എല്ലാ ജനത്തെയും ദൈവം അതിനായി സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു ക്ലാസ്സാണ് ക്രിയേഷൻ ആൻഡ് ബർത്ത്. നമ്മൾ പണ്ട് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഇങ്ങനൊരു ചോദ്യം വന്നപ്പോൾ നിങ്ങൾ ആരും തെറ്റിപ്പോകാതിരിപ്പാൻ വ്യക്തതയോടെ ഇക്കാര്യങ്ങൾ അറിയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നിലവരെ സഹായിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു വൈരാഗ്യമൊന്നുമില്ല. കാരണം ക്രിസ്തുവിൽ ഞാൻ അദ്ദേഹത്തെ എന്നെ മാറോടണയ്ക്കുന്നു, ചേർത്തണയ്ക്കുന്നു. അദ്ദേഹം എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞൊക്കെ നടക്കുന്നു. നോ ഇഷ്യൂ. അദ്ദേഹം എനിക്ക് കൂടുതൽ ഫെർട്ടിലൈസർ, മത്തായി 5 പ്രകാരം നീതി നിമിത്തം ഉദ്രവിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ, കൂടുതൽ ഫെർട്ടിലൈസർ എനിക്ക് ഇട്ടു തരുന്നതേ ഉള്ളൂ. എല്ലാവരും സ്നേഹിക്കുവാനാണ് ഞങ്ങളുടെ കുടുംബം പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ദൈവിക കുടുംബത്തിൽ നമുക്ക് നിലകൊള്ളാം. ദൈവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥനാലയത്തിലുള്ളവർ മനസ്സിലായ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ച് താങ്ക് യു, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. മനസ്സിലാകാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും കേൾക്കുക. ഈ പറഞ്ഞ വചനങ്ങൾ അങ്ങനെ തന്നെയോന്ന് വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കുക. എന്നിട്ട് ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ യോഹന്നാൻ 1:12 നമ്മള് പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്, പവർ ടു ബിക്കം ദ സൺസ്. നമ്മൾ ദൈവപുത്രന്മാരാകാനാണ് ദൈവം അനുവാദം തന്നേക്കുന്നത്. അതായത് ഭാവിയിലായി തീരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നേ നമ്മളാണ്. അതാണ് ഗലാത്യ ലേഖനം 3:26 കൂടി ഇത് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിക്കുക. ഗലാത്യ ലേഖനം 3:26 പറയാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം ദൈവത്തിന്റെ മക്കൾ ആകും. അങ്ങനെയല്ലേ? ഇന്ന് വിശ്വാസം നാം മക്കളാണ്. പക്ഷെ നാളെ ജയിച്ചാൽ നിത്യം മക്കളാണ്. ജയിക്കുന്നവരിൽ അവകാശമാകും. ഞാൻ അവന് പിതാവും അവനെനിക്ക് മകനുമായി. ഹല്ലേലൂയ. വായിച്ചേ 3:26. ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇത് ഏതാ ടെൻസ് മക്കളെ? മക്കളാകുന്നാണോ, മക്കളായിക്കൊണ്ടിരിക്കുന്നതാണോ, മക്കളാണെന്നാണോ? മക്കളാണ് അല്ലേ? ക്രിസ്തുയേശുവിലുള്ള വിശ്വാസികൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ആകുമെന്നല്ല, ആകുന്നു. ഹല്ലേലൂയ. ഇനി എന്ത് ചെയ്യണം? ആ സത്യമാണ്, ആ വിശ്വാസം സത്യമാണെന്ന് നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കണം. എങ്ങനെ?
ഇവിടെയാണ് യോഹന്നാൻ 1:12 വരുന്നത്. യോഹന്നാൻ 1:12 വരികയാണ്, വിശ്വാസം നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. എങ്ങനെ? യേശു വിശ്വസിച്ചപ്പോ. പക്ഷേ അവിടെ നിങ്ങൾക്ക് കിട്ടിയത് പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗാഡ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകാനുള്ള പവറേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ടു ബിക്കം. ഹല്ലേലൂയ. ഇതാണ് യോഹന്നാൻ 1:12. ഒന്ന് വായിച്ച്. John chapter 1 verse 12. യേശുവിനെ കൈക്കൊണ്ട് അവന്റെ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ദൈവമക്കളാകുവാൻ ദൈവം എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. പവർ ടു ബിക്കം ദ സൺസ് ഓഫ് ഗോഡ്. ആ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ആ അധികാരം നമ്മൾ ഉപയോഗിച്ചതാണ് നമ്മൾ യേശുവിനെ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചത്. അപ്പൊ നമ്മൾ ആരായി? വിശ്വാസ ദൈവത്തിന്റെ മക്കളാണ്. ആണ്, ആകുന്നല്ല, ആണ്. ഇനി എന്ത് ചെയ്യണം? ആ വിശ്വാസം സത്യമാണെന്ന് നമ്മുടെ ജീവിത യാത്രയിലൂടെ വിശ്വാസത്തിന്റെ പോരാട്ടത്തിൽ തെളിയിച്ച ദൈവത്തിന്റെ വചനം വെളിപ്പാട് 22:7 പറയുന്നു, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരുന്നു. ഹല്ലേലൂയ. ജയിക്കുന്നവന്. അപ്പോ യോഹന്നാൻ 1:12 നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോ നമുക്ക് ദൈവ മക്കളാകാൻ അധികാരം തന്നു. നമ്മൾ വിശ്വാസ ദൈവത്തിന്റെ മക്കളാണ് താൻ. പക്ഷേ അത് സ്ഥിരമാണോ? അല്ല. നാം എന്തായി തീരുമെന്ന് ഇതുവരെ നമുക്ക് വെളിപ്പായി. ഹല്ലേലൂയ. നാം കാണുമ്പോൾ നാം എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. പക്ഷെ നാം എന്തായി തീരുമെന്നുള്ള കാര്യം, ജയിക്കുമോ തോക്കുമോ എന്നുള്ള കാര്യം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ വെളിപ്പാട് 27 പറയുന്നത് ജയിക്കുന്നവൻ ഇത് അവകാശമാകും. അത് വായിച്ചാട്ടെ. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായി. ജയിക്കുന്നവനെ ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ആയിരിക്കും. അത് വരാൻ പോകുന്നതയോ? മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഈ ടെൻസുകൾ വ്യക്തതയോടെ മനസ്സിലാക്കുക. ഇനിയും കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെ കുറിച്ചൊരു ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് കുറച്ചൊരു ടൈം എടുത്ത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോ തൽക്കാലം ആ വ്യക്തിയിലൂടെ കടന്നു വന്ന ആ തിരുവെഴുത്ത് അറിയാതെയുള്ള ആ ഉപദേശം നമ്മളുടെ ജീവിതത്തിൽ ഉപദ്രവം ചെയ്യാതിരിക്കാൻ തൽക്കാലം ഇത് മതി. ഹല്ലേലൂയ. ദൈവജനത്തെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങനെയുള്ള ചിന്തകൾക്കായി നമ്മോട് സ്തോത്രം. ദൈവസഭയെ പൈശാചികം പല രീതിയിലും അവനും അവന്റെ ആളുകളും കൂടി ഉപദ്രവിക്കുന്നു. എന്നാൽ അറിവില്ലാത്ത ഞങ്ങളുടെ സഹോദരങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ട്, ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ദൈവജനം നശിച്ചു പോകും. എന്നാൽ ഈ നാളുകളിൽ പരസ്പരം ചെളി വാരിയെറിയാതെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ച സഭയിൽ പാസ്റ്റർമാർ മാത്രമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഒന്നാമത് അപ്പസ്തോലന്മാരും, രണ്ടാമത് പ്രവാചകന്മാരും, മൂന്നാമത് സുവിശേഷകന്മാർ, നാലാമത് ഇടയന്മാരും, തുടർന്ന് ഉപദേഷ്ടാക്കന്മാരും ദൈവം നിയോഗിച്ചനുസരിച്ച് മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ, സത്യം അറിയുമ്പോൾ മനസ്സുപതിക്ക് രൂപാന്തരപ്പെട്ട് ഓരോ കൂട്ടങ്ങളുടെ ഉള്ളിൽ കുടുങ്ങിപ്പോകാതെ പത്രോസിന്റെ ആള്, പൗലോസിന്റെ ആള്, അപ്പോളോസിന്റെ ആള്, പെന്തക്കോസിന്റെ ആള്, CSIയുടെ ആള്, മാർത്തോമയുടെ ആള് എന്ന് പറഞ്ഞ് കുടുങ്ങിപ്പോകാതെ ഞങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ഒന്നുമില്ല, സ്ത്രീയെന്നോ പുരുഷനൊന്നുമില്ല, ഞങ്ങളെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവരാജ്യത്തിന്റെ അവകാശികളാണെന്ന്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശം, ക്രിസ്തു ഞങ്ങളുടെ സഹോദരനാണെന്നുള്ള ബൈബിളിന്റെ സത്യം മറച്ചു വെച്ച് ഈ നാളുകളിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് തകർത്തെറിഞ്ഞുകൊണ്ട്, പ്രിയ നല്ല പിതാവേ, ഞങ്ങളെ ക്രിസ്തുവിൽ അംഗമായി ഒന്നാക്കണമേ, സത്യതാൽപരരായ ഒരു അടുക്കലേക്ക് ഈ സന്ദേശം അങ്ങെത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സത്യതാൽപരരായവർ ഈ സന്ദേശം തിരിച്ചറിഞ്ഞ് കർത്താവെ, അറിവില്ലാത്ത കർത്താവെ, കുരുടന്മാരായ വഴികാട്ടികളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. പിശാചിൽ നിന്ന് മാത്രമല്ല, ജഡത്തിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൽ നിന്ന് മാത്രമല്ല, അപ്പാ കുരുടന്മാരായ വഴികാട്ടികളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വത്തെ അങ്ങേക്ക് തരുന്നു. പരിജ്ഞാനമില്ലാത്ത എല്ലാ വിശ്വാസന്മാർക്കും പരിജ്ഞാനം കൊടുത്ത് അങ്ങ് വഴി നടത്തണമേ. ആരും കുരുടന്മാരായ ക്രിസ്തുവിന്റെ കാഴ്ചപ്പാടില്ലാത്തവരായി നിലകൊള്ളാൻ അനുവദിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വമഹത്വത്തെ അങ്ങേക്ക് തരുന്നു. വിജയത്തെ നാമത്തെ അനുഗ്രഹിക്കുന്നു. മെട്രിക്കിൽ അറ്റൻഡ് ചെയ്ത എല്ലാ വ്യക്തിത്വങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അനുഗ്രഹിക്കുന്നു. അവരും അവരുടെ കുടുംബാംഗങ്ങളും ഇതിന്റെ പുറകിൽ അധ്വാനിച്ച രഹസ്യവും പരസ്യവും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വ പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. താങ്ക് യു. കരങ്ങളെടുത്ത് കർത്താവ് സ്തോത്രം ചെയ്തേ. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അടുത്ത റിട്രീറ്റ് ഞാൻ മനസ്സിലാക്കിയ ഒക്ടോബർ 7 എന്ന് ചിന്തിക്കുന്നു. ഞാൻ കലണ്ടർ നോക്കില്ല. ദൈവം അതിനായി അതെ, ഒക്ടോബർ 7 എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുക. നിങ്ങൾ മനുഷ്യരെ പിടിക്കുന്നവരാകുക. ലോകത്തിൽ നിന്ന് അവരെ പിടിച്ച, ലോകത്തെ രക്ഷിച്ച ദൈവ രാജ്യത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം അവരെയും ഉപയോഗിക്കട്ടെ, സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നാളെ സഭായോഗത്തിൽ കാണണം. പ്രൈസ് ദി ലോർഡ്.